യാക്കോബിന്റെ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കർത്താവിന്റെ ദാസൻ ജി മോഹൻ പാസ്റ്റർ അത് വായിക്കും. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന ഭാഗം. യെസ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പദം, യേശുവിന്റെ സഹോദരനായ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. We find in James chapter 5 verse 17 that Elijah was a man with like passions like us, or with a like nature as of us. ഈ ഏലിയാവ് ആരാണെന്നും അദ്ദേഹത്തിന്റെ ശുശ്രൂഷ എന്തായിരുന്നെന്നും ഏലിയാവിന്റെ മേൽ വെളിപ്പെട്ട അഭിഷേകം എന്നായിരുന്നെന്നും അദ്ദേഹത്തിന്റെ അധികാരം എന്തായിരുന്നെന്നും ഒക്കെ തിരുവെഴുത്തുകളിൽ നിന്ന് പഠിച്ച ഒരു മനുഷ്യന് ഈ പദം അങ്ങോട്ട് ഡൈജസ്റ്റ് ആകില്ല. If a person who had understood the depth, the strength, the authority and power of this man Elijah, you will not be able to digest this first part of this verse. യാക്കോബ് പറയുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്നാണ്. James says that Elijah was a man with a nature like ours. അതെ, അവൻ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന്, നമ്മെ പോലെ ഒരാളെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുമ്പോൾ നമ്മളിൽ എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാനായി കഴിയുന്നു? I don't know how many of you will be able to digest this, that Elijah is someone like one of us. ഒരു കൊടുങ്കാറ്റ് പോലെ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ട മനുഷ്യൻ, ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തെ നിലയ്ക്കു നിർത്തിയ മനുഷ്യൻ, ഒരു രാജ്യത്തിന്റെ ശബ്ദമായിരുന്ന മനുഷ്യൻ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ലെന്ന ആത്മാവിൽ വാ തുറന്നു കൊട്ടാരത്തിനകത്ത് കയറി നാമേൻ ശിരസുയർത്തി ആഹാബിന്റെയും ഇസബേലിന്റെയും മുഖത്ത് നോക്കി പറഞ്ഞ മനുഷ്യൻ, എല്ലാവരെയും വിറപ്പിച്ച പൈശാചിക ശക്തിക്ക് നിഴലായിരുന്ന ഇസബേൽ എന്ന ശക്തിയുടെ വ്യാപാരത്തെ നിലയ്ക്കു നിർത്തി ഒതുക്കി തകർത്തെറിഞ്ഞ മനുഷ്യനായിരുന്നു ഏലിയാവ് എന്ന ദൈവപുരുഷൻ. ആ ദൈവപുരുഷനെ സമാനപ്പെടുത്തിക്കൊണ്ട്, സമാന്തരപ്പെടുത്തിക്കൊണ്ട് യാക്കോബ് പറയുന്നു, ഏലിയാവ് നിങ്ങളെ പോലെ എന്നെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന്. Elijah was a man who was so powerfully used by the Lord in his generation. He went into the court of the king, stood before him point blank, and told to him that without my consent, no rain will be there, no snow will be there. He was a person who defied the powers of the supernatural evil powers of Jezebel, and such a powerfully used man of God. When we read from this paragraph that he is like someone like us, we may not be able to take it into ourselves. നമുക്ക് ദൈവം നൽകിയ ആലോചനയിൽ ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ അവന് മുൻപായി നടക്കുമെന്ന് സ്നാപക യോഹന്നാനെ കുറിച്ച് എഴുതിയിരിക്കുന്ന തിരുവെഴുത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏലിയാവിന്റെ ആത്മാവും ശക്തിയും എന്ന് പറയുന്നത് മറ്റെന്തോ ഒന്നല്ല, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരുന്നു. When we talk about John the Baptist as a person similarly like Elijah, who will be running with the power of the Spirit of the Lord, it's nothing but Elijah's power was the power of the Holy Spirit. ആമീൻ. ആ സഹോദരിയുടെ പൈതൽ, സരാഫത്തിലെ സഹോദരിയുടെ പൈതൽ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ഭവനത്തിൽ ഏലിയാവ് പാർക്കുന്ന സാഹചര്യത്തിൽ ആ സഹോദരി ഏലിയാവിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നീ എന്റെ പാപങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതിനാകുന്നുവോ എന്റെ ഭവനത്തിൽ വന്നത്. നിങ്ങൾ തിരിച്ചറിയണം, പാപത്തെ കുറിച്ചുള്ള ബോധ്യം തരുന്നത് അശുദ്ധനല്ല, വിശുദ്ധനായ പരിശുദ്ധാത്മാവാണ്. About the woman we read that she is telling to Elijah, did you come here to make me remember my sins? And something which make us remember the sins within us, it's nothing but Holy Spirit, not the evil spirit. ഏലിയാവിന്റെ ആത്മാവും അവന്റെ ശക്തിയും ഈ 2021 വർഷത്തിൽ രാജ്യങ്ങളുടെ ശബ്ദമാകുവാൻ, ദേശങ്ങളുടെ വിടുതലാകുവാൻ, തകർച്ചകളെ ഉയർച്ചകളാക്കുവാൻ ദൈവസഭയെ നിങ്ങൾ ഉണരുക. In this 2021,
with the power of the spirit of Elijah. That's the power of the Holy Spirit to the church at large. The proclamation is, be a representative of God to build up the church from the ruins and make it flourish. നിങ്ങൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലാണ് ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യന്റെ എൻട്രി നിങ്ങൾ കാണുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ലെന്ന് പറയുന്ന വളരെ ശക്തമേറിയ ഒരു ദൈവിക ആലോചന നിങ്ങൾക്ക് അവിടെ ദർശിക്കാൻ കഴിയും. We can find the introduction and entry of this great prophet Elijah in 1 Kings chapter 17 verse 1. And Elijah the Tishbite of the inhabitants of Gilead said to Ahab, as the Lord God of Israel lives, before whom I stand, there shall not be dew nor rain these years except at my word. അവിടെ നമ്മൾ വായിക്കുന്നത് തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബിനായ ഏലിയാവ് എന്ന വാക്കാണ്. ഈ തിശ്ബി എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രസിദ്ധമല്ല. ശരിക്കും പറഞ്ഞാൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ ആ ഭാഗങ്ങളിലാണ്, ആ 1 മുതലുള്ള ഭാഗങ്ങളിലാണ് വാസ്തവത്തിൽ ഈ തിശ്ബി എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് എന്ന് തന്നെ നാം ശ്രദ്ധിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ശ്രദ്ധേയമായത്. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ തിശ്ബിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സ്ഥലത്തല്ല അദ്ദേഹം ജനിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ വന്നിരുന്നതെങ്കിൽ, നാം ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് ഇന്ത്യക്കാരാകുന്ന, മലയാളികളാകുന്ന, ഏഷ്യൻസ് ആകുന്ന നാം അറിയാൻ പോകുന്നില്ല. We find this man Elijah coming from a place called Tishbe, and this place is not a famous place, and if this was not recorded in the Bible, people like us who are living in this part of the world will never understand what this place is. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. തിരുവല്ലയിൽ നിന്ന് വന്ന തിരുവല്ലക്കാരൻ, കൊല്ലത്തു നിന്ന് വന്ന കൊല്ലംകാരൻ, തിരുവനന്തപുരത്ത് നിന്ന് വന്ന തിരുവനന്തപുരംകാരൻ, കോട്ടയത്തു നിന്ന് വന്ന കോട്ടയംകാരൻ എന്ന് പറയുന്ന പോലെയാണ് അവിടെ എഴുതിയിരിക്കുന്ന തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബ്യനായ ഏലിയാവ്. അപ്പോ അവിടെ വംശാവലികൾ എഴുതിയിട്ടില്ല, ഏലിയാവിന്റെ പേരൻസിനെ കുറിച്ചുള്ള പരാമർശങ്ങളില്ല, സഹോദരങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളില്ല, യാതൊരു കുടുംബ പശ്ചാത്തലങ്ങളും എഴുതിയിട്ടില്ല. പക്ഷേ വംശാവലികളില്ലാത്ത, കുടുംബ പശ്ചാത്തലങ്ങൾ പരാമർശിച്ചിട്ടില്ലാത്ത, യാതൊരു പാരമ്പര്യങ്ങളും പറയാനില്ലാത്ത, യാതൊരു പുകഴ്ചയും പ്രശംസയും പ്രകീർത്തിക്കാനില്ലാത്ത ഈ മനുഷ്യൻ ഒരു കാലഘട്ടത്തിന്റെ ശബ്ദമായി മാറി, ഒരു കൊടുങ്കാറ്റ് പോലെ പ്രയോജനപ്പെടുന്ന, ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്ന അഭിഷിക്തനായി ഭരണകൂടങ്ങളെയും രാജ്യത്തെയും രാജാക്കന്മാരെയും നിലയ്ക്കു നിർത്തുന്ന ദൈവ ശബ്ദമായി പരിശുദ്ധാത്മാവ് ഏലിയാവിനെ മാറ്റുവാനിടയായി. We don't find any address of this man other than this Tishbe place. We don't find any genealogy. We don't know anything about his family background of his parents or his brothers. But this man, without those good, great backgrounds, coming from a very humble background, we can find him, this man, standing in front of authorities and kingdoms and proclaiming the message of the Lord so powerfully that they shuddered at him. തലമുറയായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രവചനത്തിന്റെ പാരമ്പര്യം ഏലിയാവിന് പറയാനില്ല. പ്രത്യേകിച്ച് ഒരു പൗരോഹിത്യ വസ്ത്രമോ പ്രവാചകന്റെ വസ്ത്രമോ അവനിൽ കാണാൻ കഴിയുന്നില്ല. വളരെ ഡിഫറെന്റ് പേഴ്സൺ ആയിരുന്നു. ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സാഹചര്യത്തിൽ ഏലിയാവിന്റെ വസ്ത്രത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സക്കരിയാവിന്റെ പ്രവചന പുസ്തകം അതൊന്ന് വായിക്കാമോ? സക്കരിയാവിന്റെ പ്രവചന പുസ്തകം 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് ദയവായിട്ട് വായിക്കാം. അത് വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ്. അന്നാളിൽ പ്രവാചകന്മാർ പ്രവചിക്കുകയിൽ ഓരോരുത്തൻ താന്താന്റെ ദർശനത്തെക്കുറിച്ച് ലജ്ജിക്കും. ലജ്ജിക്കേണ്ടതിന് അവർ രോമമുള്ള മേലങ്കി ധരിക്കുകയില്ല. ഞാൻ പ്രവാചകനല്ല, കൃഷിക്കാരനത്രേ. അപ്പൊ പ്രവാചകനാണെങ്കിൽ എന്ത് ധരിക്കുകയില്ല? രോമമുള്ള മേലങ്കി ധരിക്കുകയില്ല. പക്ഷെ ഏലിയാവിന്റെ ഡ്രസ്സ് വളരെ ഡിഫറെന്റ് ആയിരുന്നു. അവന്റെ വസ്ത്രം വളരെ വ്യത്യസ്തമായിരുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഏലിയാവിന്റെ ലുക്ക് വൈസിൽ അവനെ നോക്കിയാലും അവൻ ആരാന്ന് പിടികിട്ടുകയില്ല. പാരമ്പര്യം പറയാനില്ല, യാതൊരു കാര്യങ്ങളും എടുത്തു പ്രകീർത്തിക്കാനില്ല. പക്ഷേ ഏലിയാവ് അതിശക്തമായി പ്രയോജനപ്പെട്ടു. വാട്ട് ഈസ് ദ റീസൺ? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ, ദൈവരാജ്യത്തിൽ ഉപയോഗിക്കപ്പെടാൻ, ആത്മീയമായി വളരാൻ, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രാപിക്കാൻ
ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏലിയാവിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, വ്യക്തിത്വം എന്ന് പറയുന്നത് ഡ്രസ് കോഡ് അല്ലായിരുന്നു, ട്രഡീഷണലായിട്ട് കൈമാറി വന്ന പാരമ്പര്യങ്ങളല്ലായിരുന്നു, വ്യക്തിപരമായി എക്സ്റ്റേണലായി ബാഹ്യമായി കാണുന്ന യാതൊരു കാര്യങ്ങളുമല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത്ര ശക്തനായ പ്രവാചകനായി, ശുശ്രൂഷകനായി, ദൈവത്തിന്റെ ശബ്ദമായി മാറിയത്? അതെങ്ങനെയാണ് എന്നുള്ളത് ഏലിയാവ് തന്നെ ആഹാബിന്റെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്. ആ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഏലിയ പറയുന്നു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യില്ല. ഏലിയാവിന്റെ വ്യക്തിത്വം, ഐഡന്റിറ്റി എന്ന് പറയുന്നത് വംശാവലിയല്ല, ഡ്രസ് കോഡല്ല, സേവിച്ചു നിൽക്കുന്ന ദൈവത്തോടുള്ള ബന്ധമായിരുന്നു. What we find this with this man Elijah is that we don't find any attire or costume with that of a priest or a prophet. That is clearly evident from Zechariah chapter 13 verse 4, where it is said, they will not wear a robe of coarse hair to deceive. That means a prophet will not be wearing such things. But from the outlook, we don't find this man as a prophet. But what made this man entirely different? What demarcated from this man from others? 17 verse 1, the Lord Yahweh whom I serve. That was the one thing which made him exceptional above all. ഈ എലൈജ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ എൽ എന്ന് പറഞ്ഞ എന്ന് പറയുന്നത് ദാറ്റ് മീൻ ജഹോവ, ഗോഡ് എന്നാണ്. എൽ ഷഡായ്, എൽ എലോഹീം, എൽ എല്യോൻ. അപ്പൊ എൽ എന്ന് പറയുന്നത് യാഹ്വേ, യഹോവ എന്നാണ്. ദാറ്റ് മീൻ ജഹോവ ഈസ് ഗോഡ്. എലൈജയുടെ സ്പെല്ലിംഗ് ഒന്ന് എടുത്തു വെക്കുക. ഐ മീൻ മൈ ഓർ മൈൻ. JH, that means Jehovah. The total meaning of Elijah, my God is Jehovah. യഹോവ എന്റെ ദൈവം എന്നാണ് എലൈജ എന്ന വാക്കിന്റെ, ഏലിയാവ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് യഹോവ എന്റെ ദൈവം. അത് തന്നെയായിരുന്നു ഏലിയാവിന്റെ വംശാവലിയും പാരമ്പര്യവും ഐഡന്റിറ്റിയും സകലവും. If you look into the etymology of this man's name, it is just Yahweh is my God, El is my Yah. Yah is my El. That was the meaning of this man's name, and that was the distinctive, that was the genealogy, that was the tradition, that was the power that was behind him, because Yahweh was his God. അവൻ ദൈവത്തെ റെപ്രസെന്റ് ചെയ്ത, അല്ലെങ്കിൽ ഈസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ്. അവൻ ദൈവത്തെ പ്രതിനിധാനം ചെയ്ത മനുഷ്യനായിരുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ 2021 എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ ശബ്ദമായി ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. നിങ്ങളുടെ ദേശത്തിൽ നിങ്ങൾ കർത്താവിനെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ അവന്റെ അംബാസിഡർ ആയിരിക്കണം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിൽ നാം ആരാണ് എന്ന് 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 5:20 പൗലോസ് പറയുന്നത്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. Now then we are ambassadors for Christ. ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി നാം നിൽക്കുന്നവരാണ്. ഇത് ഒരു പ്രൊഫറ്റിക്കൽ വേർഡാണ്. ഇത് ഞാൻ റിലീസ് ചെയ്യുമ്പോൾ എത്ര പേരത് സ്വീകരിക്കാൻ തയ്യാറാകും? എൻ്റെ ഭവനത്തിൽ, എൻ്റെ ദേശത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ പ്രവർത്തന മേഖലകളിൽ ഞാൻ എവിടെയായിരിക്കുന്നോ അവിടെയെല്ലാം ഞാൻ ഏലിയാവിനെ പോലെ എൻ്റെ ദൈവത്തെ, യഹോവയെ, യേശുവിനെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയായിരിക്കും, അവൻ്റെ അംബാസിഡർ ആയിരിക്കും. What we learn from this theme is that this man Elijah
was a representative of God, an envoy of the Lord. And for this season, I release this prophetic message utterance to you that wherever you are to become an ambassador of the Lord, a prophet of the Lord, a person who represents Lord, whether it's in your family, whether it's in your workplace, whether it's in the ministry. This year onwards, you are to become an ambassador of Christ, as Paul says in 2 Corinthians 5:20 following. ഈ ബൈബിൾ പഠിക്കുമ്പോഴും വ്യക്തിപരമായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദാറ്റ് ഈസ് ദ വാല്യൂ. അതാണ് നമ്മുടെ വിലയെന്ന് പറയുന്നത്. ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിത്വമായി അവന്റെ അംബാസിഡറായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ജോബ്. അതാണ് ഏറ്റവും വലിയൊരു ശുശ്രൂഷ, ഏറ്റവും വലിയ മഹത്വകരമായ കാര്യം. നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ അഭിഷിക്തൻ ഡോക്ടർ ബില്ലി ഗ്രഹാമിനോട് US ഗവൺമെന്റ് ഒരിക്കൽ ചോദിച്ചു, താങ്കൾക്ക് ഇലക്ഷനിൽ നിൽക്കുവാൻ താല്പര്യമുണ്ടോ? താങ്കൾ ഇലക്ഷനിൽ നിന്നാൽ മത്സരിച്ചാൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ആകുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നോ എന്ന് ഡോക്ടർ ബില്ലി ഗ്രഹാമിനോട് ചോദിച്ചപ്പോൾ തന്റെ ഹോളി ബൈബിൾ, തന്റെ വിശുദ്ധ വേദപുസ്തകം എടുത്തുയർത്തി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ നിന്നും തരം താണ, അതിലും താണ ഒരു ജോലിക്ക് പോകുവാൻ, ഒരു പ്രവർത്തന മേഖലയിലായിരിക്കുവാൻ എനിക്ക് താല്പര്യമില്ല. ഏറ്റവും മഹത്വകരമായ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച സ്വർഗീയ സ്വർഗസ്ഥനായ ഈ പിതാവിന്റെ, രാജാവിന്റെ വേല ചെയ്യുന്നു, ശുശ്രൂഷ ചെയ്യുന്നു എന്നതിനേക്കാൾ വലിയൊരു ജോലി ചെയ്യാൻ, അതിനേക്കാൾ വലിയൊരു ജോലി ഈ ലോകത്തിൽ എനിക്ക് കിട്ടാനില്ല. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പണിക്ക് എനിക്ക് വരാൻ താല്പര്യമില്ല. Late Dr. Billy Graham was asked by the media people that, do you want to contest for the US president elections? And he looked at the media, held up his Bible and told them that I do not want to do a substandard job than the job which I am doing now, that is as a servant of the Lord, representing people. And the greatest value for your life, the greatest job you can ever do, the greatest thing you can have on the planet earth is to represent the great God who is the creator of this earth, who is the heavenly Father. ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച, പരീക്ഷത്തിൽ പ്രമാണിത്വം സ്വീകരിച്ച, പ്രമാണിയായിരുന്ന, റോമ പൗരത്വമുള്ള, അതിശക്തനായിരുന്ന അറിവുള്ളവനും കഴിവുള്ളവനും, തന്റെ പിതാവിന് കപ്പലുണ്ടായിരുന്നു എന്ന് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് വ്യക്തമാക്കുന്നു. തന്റെ പദവി എന്തായിരുന്നെന്നും താൻ ആരായിരുന്നെന്നും അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്ന പൗലോസ് പറയുകയാണ്, ക്രിസ്തു യേശു നിമിത്തം, സുവിശേഷം നിമിത്തം, വചന നിമിത്തം എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെയും ഞാൻ ഛേദമെന്ന് എണ്ണുകയാണ്. പൗലോസ് പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. ലജ്ജയില്ലാതെ സുവിശേഷം പ്രസംഗിച്ച മനുഷ്യൻ, ഉണ്ടായിരുന്ന പദവികൾ, നന്മകൾ മുഴുവൻ വിറ്റ് കർത്താവിനായി പ്രവർത്തിച്ച മനുഷ്യൻ. എന്താണ് പൗലോസേ താങ്കൾ ഇങ്ങനെ ഒരു ചുവട് വെക്കാനുള്ളതിന്റെ കാരണം? ഞാനൊരു സത്യം പറയട്ടെ, നിധി ഒളിപ്പിച്ചിരിക്കുന്ന വയല് കണ്ടിട്ടുള്ള മനുഷ്യൻ ആ വയലിൽ നിധി ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തനിക്കുള്ളതെല്ലാം വിറ്റ് അവനത് വാങ്ങിയിരിക്കും. ഇതിന്റെ വാല്യൂ അറിഞ്ഞവർക്ക്, ഇതിന്റെ വില അറിഞ്ഞവർക്ക്, ഇതിന്റെ മഹത്വം അറിഞ്ഞവർക്ക്, ഇതിന്റെ ശക്തി അറിഞ്ഞവർക്ക്, ഇതിനകത്തെ ആത്മീക മർമ്മം അറിഞ്ഞവർക്ക് ഈ കർത്താവിന്റെ സ്നേഹത്തിനകത്തുനിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളെ നോക്കി കർത്താവ് പറയുന്നു, പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നിങ്ങളെ അവൻ വീണ്ടെടുത്തത്, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ. ഒന്നുകൂടെ പറയുന്നു, വിലയേറിയ രക്തത്താൽ അത്രേ. വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിങ്ങൾ വിലയുള്ള വ്യക്തികളാണ് എന്ന് തിരിച്ചറിയുക. If you ask Paul, he was a man
of high education, came from an aristocratic family. He had a good financial background. But when you look into his writings, he renounced everything. He forsaken everything for the sake of the gospel. He said, I count all these things as rubbish. And he says that I am not ashamed of the gospel. He says this is the power for salvation. You and I are not saved with the corruptible things of the earth like gold or silver, but with a most valuable thing, which is the blood of Christ. Your value is the blood of Christ, which the Lord has shed for you. ഒന്ന്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ. സേവിച്ച് നിൽക്കുന്ന, സേവിച്ചിരുന്നതല്ല, സേവിച്ച് കുഴഞ്ഞതല്ല, ഇനി സേവിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുവല്ല. പ്രസന്റ്ലി ആഹാബെ, നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോഴും. ഈ ആഹാബ് ആരാന്നറിയാമോ? ഈ ആഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ, ഒമ്രിയുടെ മകനായ ആഹാബ് യഹോവയ്ക്കും തന്റെ പ്രവാചകന്മാർക്കും വളരെ ദോഷം ചെയ്ത മനുഷ്യനാ. ആരുടെ മുമ്പിലാണ് ഈ ഏലിയാവ് നിൽക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കണം. വേണമെങ്കിൽ അതൊന്ന് വായിച്ചോ. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 30, 31, 33 വരെ ഒന്ന് വായിച്ചോ. ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇദ്ദേഹം ആരാന്ന് പിടികിട്ടും. ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. നേബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ ഏദ്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിച്ചു. ഒന്നാമത്, ഈ ആഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ യഹോവയ്ക്ക് തന്റെ പ്രവാചകന്മാർക്ക് വളരെ ദോഷം ചെയ്ത മനുഷ്യനാണ്. കുറെ നാൾ കഴിഞ്ഞു പുള്ളി കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച ആളുടെ പേര് ഇസബേൽ എന്നാണ്. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോ പുള്ളി 100-ഉം പുള്ളിക്കാര് 100-ഉം, 100-ൽ ഓടിയ വണ്ടി 200-ൽ കയറിയതുപോലെ ആയിപ്പോയി സംഭവത്തിന്റെ സ്പീഡ്. ആഹാബ് 100-ലായിരുന്നു, 100 മൈൽ സ്പീഡിൽ നിന്ന ആളാ കർത്താവിനെതിരെ. വേറൊരു 100 കൂടെ ഇങ്ങോട്ട് കയറി ദൈവത്തിനും ദൈവത്തിന്റെ പ്രവർത്തിക്കും പ്രവാചകന്മാർക്കും അഭിഷേകത്തിനും എതിരായി നിൽക്കുന്ന ദൈവപ്രവർത്തികളെ തകർക്കാൻ നിൽക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ തകർക്കാനായി നിൽക്കുന്ന ഇസബേലിയ ശക്തിയും കൂടെ ആഹാബിനോടുകൂടെ ജോയിൻ ചെയ്തപ്പോൾ നമ്മൾ പറയത്തില്ലേ, അതങ്ങ് ഡബിൾ ആയെന്ന്. ഡബിൾ പോർഷൻ ആയതുപോലെ ആയി. ഇസബേലിനെ ഭാര്യയായിട്ട് പരിഹരിച്ചു, ബാലിനെ സേവിച്ചു, നമസ്കരിക്കുകയും ചെയ്തു. ഇവിടെ അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവദാസനത് വായിച്ചേ, കുറച്ചും കൂടെ ഡീപ്പാ. താൻ ശമരിയയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിന് ഒരു ബലിപീഠമുണ്ടാക്കി. അത് മാത്രമല്ല, പുള്ളി വലിയൊരു ക്ഷേത്രവും കൂടെ അവിടെ പണിതു. ആ ദേശത്തിൽ ബാലെന്ന് പറയുന്ന ദേവനെ പ്രതിഷ്ഠയാക്കി വെച്ചു. ബാലിന് ബലിപീഠം ഉണ്ടാക്കി. ഹിസ്റ്ററി മനസ്സിലാക്കണം. ഒന്ന്, ഒമ്രിയുടെ മകനായ ആഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ യഹോവയ്ക്കും അവന്റെ പ്രവാചകന്മാർക്കും വളരെ ദോഷം ചെയ്തു, അനിഷ്ടമായത് ചെയ്തു. രണ്ടാമതായിട്ട് ഇസബേൽ എന്ന് പറയുന്ന പൈശാചിക ശക്തിക്ക് നിഴലായിരിക്കുന്ന ഒരു വ്യക്തിയെ ഭാര്യയായി സ്വീകരിച്ചു. ഇവരൊരു കുടുംബമായി ഒന്നിച്ചു നിന്നുകൊണ്ടൊരു ദേശത്തെ നയിക്കുകയാണ്. ശമരിയ എന്ന പട്ടണത്തിൽ ബാലിന്റെ ക്ഷേത്രം പണിതു, അവിടെ ബലിപീഠം ഉണ്ടാക്കി. പിന്നെ 33-ാം വാക്യത്തിൽ ആഹാബ് ഒരു അശേര പ്രതിഷ്ഠയുണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ച് നിൽക്കുന്ന, ഇത്ര തന്റേടിയായ ദൈവനിഷേധിയായ, ഇത്രയധികം ആഭിചാരങ്ങൾ ചെയ്യുന്ന പൈശാചിക ശക്തിയുമായി കൂട്ടുചേർന്ന് നിൽക്കുന്ന, ദൈവത്തിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് വെട്ടിക്കൊല്ലുന്ന, ഒരു രാജ്യത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലാണ് നട്ടലോടെ തല നിവർത്തി നെഞ്ചു വിരിച്ച് തന്റെ ഇടത്തോടെ ഏലിയാവ് കയറി വിരൽ ചൂണ്ടി മുഖത്ത് പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ ഇവിടെ മഞ്ഞും മഴയും പെയ്യുകയില്ല. If you look into the background of this king Ahab, it is a wicked background you will get. This we find from 1 Kings 16:30 onwards.
Now Ahab the son of Omri did evil in the sight of the Lord more than all those who were before him. And what happened after that was he was himself already wicked, and he married a Sidonian woman, and this was a lethal combination. It was so adverse and it was so corrupt that they shook the spiritual foundations of the northern kingdom Israel, and they built a great temple and they worshipped the Baal, and he was so wicked that they killed the prophets of the Lord, raised altars for other gods, and they provoked God to anger. And before such a great corrupt king combination, Ahab and family, was this man, prophet of God, Elijah, standing firm, looking at him and proclaiming the message, until and unless I say there won't be any rain, there won't be any snowfall. ഇസ്രായേൽ എന്ന രാജ്യം മുഴുവൻ ഭയപ്പെട്ട ഈ മനുഷ്യനെ, പ്രവാചകന്മാർ മുഴുവൻ ഭയപ്പെട്ട ഈ കുടുംബത്തെ, എല്ലാ പ്രവാചകന്മാർക്കും ഈ കുടുംബത്തെ പേടിയായിരുന്നു. എല്ലാ പ്രവാചകന്മാരും ഭയപ്പെട്ട ഈ കുടുംബത്തെ, ഒരു രാജ്യം മുഴുവൻ ഭയപ്പെട്ട ഈ കുടുംബത്തെ, എല്ലാവരും അവർ മുമ്പിൽ നിൽക്കാൻ പേടിച്ച ഈ കുടുംബത്തെ എന്തുകൊണ്ട് ഏലിയാവ് ഭയന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഏലിയ പറയുന്നുണ്ട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. ഇന്ന് പകൽക്കാലം എന്റെ ഭയം മാറുന്നത് എവിടെയാണെന്നറിയാമോ? ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നേ, ഞാൻ ആരെയാ സേവിക്കുന്നേ എന്ന വെളിപ്പാടിനകത്ത് എനിക്ക് തന്റെ ഇടമുണ്ടാകുന്ന എവിടെയാണെന്നറിയാമോ? എല്ലാ നിന്ദകളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ഞാൻ നേരെ നിൽക്കുന്ന എവിടെയാണെന്നറിയാമോ? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, ഞാൻ ആരെ സേവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ! ആ ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. Why was this Elijah able to stand before such a wicked king? The sole reason, the background reason, the basic reason is this. He says, the Lord whom I serve and in front of whom I stand. That's your identity. If you have that identity, if you have that boldness that I serve the Lord and I stand in front of him, you will not be put down by other people who despise you. You will not be defeated by any evil spiritual forces who acts against you. You will stand firm and bold because you serve the heavenly God. You stand before the great King of Kings. ഏലിയാവ് സേവിക്കുന്നതും ആരാധിക്കുന്നതും വിശ്വസിക്കുന്നതും ആരെയാണ് എന്നുള്ള വെളിപ്പാട്, ബോധ്യം അവന്റെ അകത്തുണ്ടായിരുന്നു. ഈ ഒരു ബോധ്യമാണ് നമുക്ക് ഈ വർഷത്തിൽ കൂടുതലായി വേണ്ടത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ മുമ്പിൽ വരാം. ആഹാബുമാരും ഇസബേലുമാരും വെല്ലുവിളിച്ചേക്കാം. വിവിധ തരത്തിലുള്ള വൈറസുകളുടെ ആക്രമണങ്ങൾ ഇനിയും വന്നേക്കാം. നാം കേട്ടിട്ട് പോലും കണ്ടിട്ട് പോലും ഇല്ലാത്ത, അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത സാഹചര്യങ്ങളിലൂടെ പോകേണ്ടി വന്നേക്കാം. പക്ഷെ ഇതിന്റെ എല്ലാം മധ്യയിലും പേടിക്കാതെ, ഇതിനെയൊന്നും ഭയക്കാതെ ആരാ നിൽക്കാൻ പോന്നേന്ന് വെച്ചാൽ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, ആരാ എൻ്റെ കൈക്ക് പിടിച്ചേക്കുന്നേ, ആരാ എന്നെ വിളിച്ചിരിക്കുന്നേ, എൻ്റെ അപ്പൻ ആരാ, എൻ്റെ പിതാവ് ആരാ എന്ന ബോധ്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. അതാണ് 2 തിമോത്തിയോസ് 1:12 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു, അത് നിമിത്തമാ ഞാൻ ഇതൊക്കെ സഹിക്കുന്നേ, അത് നിമിത്തമാ ഞാൻ ലജ്ജിക്കാത്ത, അവൻ എൻ്റെ ഉപനിധിയാ, ആ ദിവസം വരെ സൂക്ഷിക്കാൻ അവൻ ശക്തനാ. ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ദൈവമക്കളെ നോക്കി ഈ വചനത്തിലൂടെ പറയട്ടെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും എല്ലാ സാഹചര്യങ്ങളിലും സൂക്ഷിക്കാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. വാ തുറന്ന് പറയുമ്പോൾ സ്വന്തം കൈ നെഞ്ചിൽ വെച്ച് എന്റെ കൂടെ ചേർന്ന് പറയുക, ഇത് പറയാതിരിക്കരുത്. വാ തുറന്ന് പറയുക, ഈ 2021 എന്നെയും എന്റെ കുടുംബത്തെയും ദൈവത്തിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, അവന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ കുഞ്ഞുങ്ങളെയും എന്റെ സഭയെയും എന്റെ ദൈവദാസനെയും
കുടുംബത്തെയും സൂക്ഷിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. എൻ്റെ ദൈവം ശക്തനാണ്. എൻ്റെ ദൈവം ശക്തനാണ്. ആ പദം വീണ്ടും പറയുന്നു. നീ സേവിക്കുന്ന ദൈവം അശക്തനല്ല, നീ സേവിക്കുന്ന ദൈവം ബലഹീനനല്ല. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തിരിച്ചറിയുക, നീ വിശ്വസിക്കുന്ന, നീ സേവിക്കുന്ന ദൈവം ശക്തനാണ്. Amen. More problems may come this year. More pestilences may come this year. More severe catastrophes may hit this earth. But still, how do you stand firm in faith? How do you be protected by the Lord? You have to know who your God is. You have to understand what He is about. You have to make sure and have the boldness and assurance that I stand before the God and He is my God. If you have this assurance, you can say after Paul, Apostle Paul in 2 Timothy chapter 1. He proclaimed that I will be able to be kept alive and safe by the Lord this year, whatever circumstance may come. എല്ലാ ഭയത്തിന്റെ ആത്മാവിനെയും, എല്ലാ ഭയത്തിന്റെ ചിന്തകളെയും, എല്ലാ ഭയത്തിന്റെ വികാരങ്ങളെയും, എല്ലാ ആൻസൈറ്റി സ്പിരിറ്റിനെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. In the name of Jesus, I rebuke all the spirit of timidity, all the spirit of anxiety, all the thoughts of fear. In the name of Jesus, let it pass out from you. നിന്റെ കൂടെ ഒത്തിരി പേര് വേണ്ട, നീ ഒരുത്തൻ മതി. നീ ഒരുത്തൻ മതി. കാരണം കൂടെ നിന്റെ കൂടെ ഒരുവനുണ്ട്. അവൻ മാത്രം മതി നിന്നെ വിജയിപ്പിക്കാൻ, നിന്നെ അനുഗ്രഹിക്കാൻ. No much multitude is needed. You alone has to stand firm for the Lord, and He will make you to prosper and conquer and be victorious. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വളരെ വളരെ ശക്തമായ നിലയിൽ പുതിയ നിയമത്തിലെ ഒരു ഭാഗവുമായിട്ട് എന്നെ കണക്ട് ചെയ്യുകയാണ്. ഈ ന്യൂ ടെസ്റ്റ്മെന്റില് ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തില് എടുക്കണ്ട, ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒരു കൂനയായ സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. ഒട്ടും നിവരുവാൻ കഴിയാത്ത ഒരു കൂനയായ സ്ത്രീ, 18ഓളം വർഷങ്ങൾ കൂനയായിരുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീ, യേശു കർത്താവ് അവളെ കണ്ടു, അവളെ തൻ്റെ അടുക്കൽ വിളിച്ചു. വാസ്തവത്തിൽ അടുക്കൽ വിളിക്കണമെങ്കിൽ അവൾ വളരെ അകലെയായിരിക്കും. അകലെയിരിക്കുന്ന ഒരാളിനെ മാത്രമേ അടുത്ത് വിളിക്കാൻ പറ്റുള്ളൂ. അവൾ കൂനയാണ്, അവൾ രോഗിയാണ്, അവൾ വളരെ ദൂരെയാണ്. പക്ഷെ യേശു അവളെ വിളിച്ചപ്പം ആ പള്ളിക്കകത്തിരിക്കുന്ന ഒരു മനുഷ്യരെയും പേടിക്കാതെ, ഒരു മനുഷ്യനെയും ഭയക്കാതെ അവൾ കൂനി കർത്താവിന്റെ അടുക്കൽ പെതുക്കി അങ്ങ് വന്നു. എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ പറഞ്ഞാൽ, ആ മൂമെന്റിൽ അവൾ സുഖപ്പെട്ടില്ലെങ്കിൽ, അവളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടന്നില്ലെങ്കിൽ, യേശു കർത്താവ് അവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ ഒരു വലിയ വിമർശനത്തിനും കളിയാക്കലുകൾക്കും അവൾ വിധേയായേനെ. പക്ഷെ കൂനയായ സ്ത്രീയെ യേശു തന്റെ അടുക്കൽ വിളിക്കുമ്പോൾ 2 കാര്യങ്ങൾ അവളുടെ അകത്ത് ഉണ്ടായിരുന്നു. ഒന്ന്, ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തികളെയുമല്ല ഞാൻ ഭയപ്പെടേണ്ടത്, എന്നെ വിളിച്ചവനെയാണ്, അവനെ മാത്രമാണ് ഞാൻ ഭയപ്പെടേണ്ടത്. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലരോട് പറയുന്നു, ഒരു സാഹചര്യങ്ങളെ നീ ഭയപ്പെടരുത്, ഒരു വ്യക്തികളെ നീ ഭയപ്പെടരുത്, നിന്നെ വിളിച്ചവനെ മാത്രം നീ ഭയപ്പെടുക. ആ ഭയം സ്നേഹത്തിൽ നിന്നുള്ള ഒരു ഭയമായിരിക്കണം. രണ്ടാമത് അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു ചിന്ത, എന്നെ ആരാണോ വിളിച്ചത്, ആരുടെ മുൻപിലാണോ ഞാനിപ്പോൾ കൂനിയായിട്ട് വന്ന് നിൽക്കുന്നത്, അവന്റെ അടുക്കൽ ഞാൻ വന്നെങ്കിൽ, അവന്റെ വിളി ഞാൻ അനുസരിച്ചെങ്കിൽ, ഞാൻ വന്നതുപോലെ തിരിച്ചു പോകത്തില്ല. എന്റെ ദൈവം എന്നെ നിവർത്തിയിരിക്കും. ഇവരുടെ മുൻപിൽ ഇനി ഞാനൊരു ചോദ്യചിഹ്നമായിരിക്കത്തില്ല, ഞാനൊരു അത്ഭുതമായി മാറുമെന്നുള്ള വിശ്വാസം അവളുടെ ഉള്ളത്തിലുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന എൽഷദായ് കുടുംബമേ, മാന്യ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ജനമേ, നിന്നെ വിളിച്ചവനിലുള്ള വിശ്വാസവും ഉറപ്പും, വിളിച്ച കർത്താവ് നിന്നെ ചതിക്കത്തില്ല, വഞ്ചിക്കില്ല എന്ന ഉറച്ച ബോധ്യവും, അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ വിടുവിച്ചിരിക്കും, അവൻ നിന്നെ കരങ്ങളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ മാനിച്ചിരിക്കും എന്ന വിശ്വാസവും ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. The Lord is turning my
attention to a special revelation that we find in Luke chapter 13, where the Lord calls a woman who was crippled by the spirit, and she was stooping down, unable to move straight, upright, and the Lord was calling her. Two aspects of her faith are evident there. First thing is that she did not fear anyone sitting around her, all the synagogue chief, but she went out to the Lord. She had an assurance that the Lord has called me, and the only person I need to fear is the Lord. If you fear only God, then you need not fear anyone else of this world. The second aspect of her faith is that if the Lord Jesus has called me, I will not be going back same as came to him. She knew in her heart that the Lord will make me straight, cast away the evil spirit of bondage. And this time, if the Lord has called you, as the woman had faith in herself, if the Lord has called you, the Lord will make you perfect. The Lord will make you stand upright and straight, and he will be blessing your family. If he has called you, he will preserve you and keep you. ദാവീദ് തന്റെ മകനായ അബ്ശലോമിന്റെ മുൻപിൽ നിന്ന് ഭയന്ന് പേടിച്ചോടുന്ന സാഹചര്യത്തിൽ എഴുതിയ സങ്കീർത്തനമാണ് 3-ാമത്തെ സങ്കീർത്തനം. ഓർക്കുക, ദാവീദ് എന്ന് പറയുന്ന ഇത്ര ശക്തനായ മനുഷ്യൻ, ഇസ്രായേലിന്റെ രാജാവ്, അഭിഷിക്തൻ, തന്റെ മകനെ പേടിച്ച് വീട്ടിനകത്തെ പ്രശ്നം, ഇത് ഇന്ന് ചില കുടുംബങ്ങളുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഭവനവുമായി വെളിപ്പെട്ട് നിൽക്കുന്ന ഇൻസൈഡിൽ, ഭവനാന്തരീക്ഷത്തിൽ, അകത്തളങ്ങളിൽ വെളിപ്പെട്ട വിഷയം, രാജ്യത്തിന്റെ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന മനുഷ്യനാണ് ദാവീദ്. രാജ്യത്തിന്റെ ഭരണകർത്താവാണ് ദാവീദ്. രാജ്യങ്ങളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നവന് വീട്ടിനകത്തെ പ്രശ്നത്തിന്റെ മുൻപിൽ ഓടിപ്പോകേണ്ടതായ സാഹചര്യങ്ങൾ. ഇതേതോ കുടുംബങ്ങളോടുള്ള ദൂതാണ്, പ്രവചനമാണ്. ഏറ്റെടുക്കുക. ഭവനത്തിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന അസ്വസ്ഥതകൾ, ഭവനത്തിനകത്ത് വെളിപ്പെടുന്ന പ്രതിസന്ധികൾ, മറ്റു പല കാര്യങ്ങളും നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പലരെയും നിങ്ങൾ ആശ്വസിപ്പിക്കുന്നു, പലരെയും നിങ്ങൾ ബലപ്പെടുത്തുന്നു, പലർക്കും നിങ്ങളൊരു അനുഗ്രഹമായിരിക്കുന്നു. അപ്പോൾ തന്നെ ഇൻസൈഡ് ദ ഫാമിലി, നിങ്ങളുടെ വീട്ടിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന ചില പ്രതിസന്ധികളുടെ മുൻപിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ മനസ്സിനെ തളർത്തുകയാണ്. ഈ അബ്ശലോം എന്ന് പറയുന്ന തന്റെ മകൻ ദാവീദിന് വിരോധമായി എഴുന്നേറ്റപ്പോൾ, അബ്ശലോമിന്റെ മുമ്പിൽ നിന്ന് ദാവീദ് ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനമാണ് 3-ാമത്തെ സങ്കീർത്തനം. അവിടെ ദാവീദ് പറയുകയാണ്, യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. പക്ഷേ 3-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, പലരും എന്നെ കുറിച്ച് ഞാൻ തകർന്നെന്ന് പറയുമ്പോഴും, എനിക്ക് ദൈവത്തിൽ രക്ഷയില്ല എന്ന് പറയുമ്പോഴും, എൻ്റെ മകൻ പോലും എനിക്ക് എതിരായിരിക്കുമ്പോഴും, എല്ലാവരും എനിക്ക് വിരോധമായിരിക്കുമ്പോഴും, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തലയെ ഉയർത്തുന്നവനുമാകുന്നു. ഇത് ചില കുടുംബങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. ചില ഭവനങ്ങളോടുള്ള ഒരു പ്രവചനമാണ്. വിശ്വസിച്ചേറ്റെടുക്കാൻ കഴിയുമോ? നിന്റെ ഭവനാന്തരീക്ഷത്തിലും വ്യക്തിപരമായും വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ വെളിപ്പെട്ട്, പ്രാവിന് ചിറകുകൾ ഉള്ളതുപോലെ എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എവിടെയും പറന്നു പോയേനെ എന്ന് ദാവീദ് പറഞ്ഞതുപോലെ, നിൽക്കുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ വാ തുറന്ന് സ്വർഗത്തിലോട്ട് നോക്കി തമ്പുരാനോട് പറഞ്ഞ്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എൻ്റെ തലയെ ഉയർത്തുന്നവനുമാകുന്നു. അതുകൊണ്ട് 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. എന്താണ് എൻ്റെ ഉള്ളിൽ ഭയമില്ലാത്തത്? ഞാൻ ആ വിഷയത്തിലാണ് നിൽക്കുന്നത്. എന്താ എൻ്റെ ചുറ്റും നിൽക്കുന്ന 1000 ജനത്തെ ഞാൻ ഭയപ്പെടാത്തത്? എന്താ ഏലിയാവേ നീ ആഹാബിനെ ഭയപ്പെടാത്തത്? എന്താ ഏലിയാവേ നീ ഇസബേലിന്റെ വാക്കുകളെ ഭയപ്പെടാത്തത്? ആമീൻ. ദാവീദിനും ഏലിയാവിനും ഒക്കെ പറയാനുള്ള സ്റ്റേറ്റ്മെന്റ്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഈ ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നെങ്കിൽ അവർ കൈകളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. David in chapter 3 of Psalm, he says that he was writing this psalm when he was running away from his son Absalom.
David was no ordinary man. He was a person who handled national and international affairs, but there were problems inside his family, and he had to run for his life because of the problems that cropped up inside his family. And he sings this psalm to the Lord: "Oh Lord, how many are my foes? Many are rising against me, and people are saying of me that he doesn't get any help from even God." But by faith, he says, "But you, O Lord, are a shield around me, my glory, and the one who lifts up my head." The same situation you may be undergoing. You may be a blessing for other people. You may be praying for other people. You may be very great before others, but internally you are being cringed. Internally you suffocate. Internally you struggle with problems. But with David, we can very well say that, "You, oh God, how can you come out of the fear and troubles which you are undergoing in your life?" As Elijah, David says, "I stand before a God. I don't stand before people. I stand before God, and He is the one who delivers." And towards the end of the psalm, in verse 6, "I am not afraid of 10,000s of people who have set themselves against me." Let the Lord give you peace and prosperity and happiness inside your home. Make sure, have the assurance that you are standing before the Lord and are saving the Lord. അങ്ങയ്ക്ക് മറവായി ഒന്നുമില്ലയേ, എന്നും എന്നും മാറാത്തവൻ. ഞാൻ ഈ പറഞ്ഞ ദൂത് ഏതൊരു കുടുംബത്തോടാണ്. അങ്ങയ്ക്ക് മറവായി ഒന്നുമില്ലയേ, എന്നും എന്നും ആരാധിക്കും. എന്നെ ഉയർത്തുന്നവൻ നീയേ, തല ഉയർത്തുന്നവൻ നീയേ, ഏതു കാലത്തും എന്നെ നടത്തിയിടുമേ. എന്നെ ഉയർത്തുന്നവൻ നീയേ, തല ഉയർത്തുന്നവൻ നീയേ, ഏതു കാലത്തും എന്നെ നടത്തിയിടുമേ. അങ്ങയ്ക്ക് മറവായി ഒന്നുമില്ലയേ, എന്നും എന്നും ആരാധിപ്പേ. ഉമക്ക് മറവായി ഒന്നുമില്ലയേ, என்றும் என்றும் ஆராதிப்பே. என்னை உயர்த்துபவர் நீரே, தலை உயர்த்துபவர் நீரே, ஏற்ற காலத்தும் என்னை நடத்திடுவே. உமக்கு மறவாய் ஒன்றும் இல்லையே, என்றும் என்றும் ஆராதிப்பே. உமக்கு மறவாய் ஒன்றுமில்லை, என்றும் என்றும் ஆராதிப்பே. என்னை உயர்த்துന്നവൻ നീയേ, തല ഉയർത്തുന്നവനും നീയേ, ദുഃഖ കാലത്തും എന്നെ നടത്തിയിടുമേ. ഒന്നുകൂടെ. എന്നെ ഉയർത്തുന്നവൻ നീയേ, തല ഉയർത്തുന്നവൻ നീയേ, ദുഃഖ കാലത്തും എന്നെ നടത്തിയിടുമേ. അങ്ങയ്ക്ക് മറവായി ഒന്നും ഇല്ലേ, എന്നും എന്നും ആരാധിക്കേ. അങ്ങയ്ക്ക് മറവായി ഒന്നും ഇല്ലേ, എന്നും എന്നും ആരാധിക്കേ. ദാവീദ് പറഞ്ഞതങ്ങ് പാടിയതാണ്, ദാവീദ് എഴുതിയത് പാടിയതാണ്. യഹോവേ, നീ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ആഹാബേ, ഇസബേലെ, നീ എത്ര നിന്ദിച്ചാലും
നീ എത്ര വെല്ലുവിളിച്ചാലും, നീ എത്ര കളിയാക്കിയാലും, നീ എത്ര തകർക്കാൻ ശ്രമിച്ചാലും, ഞങ്ങളുടെ തലയെ ഉയർത്തുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ മാനിക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട്. എത്ര പേർക്ക് പറയാൻ കഴിയും, എനിക്ക് ചുറ്റും പരിചയമായിരിക്കുന്ന, എനിക്കെതിരെ വരുന്ന തിന്മകളെ ഡിഫെൻഡ് ചെയ്യുന്ന, അതിനെ തട്ടി മാറ്റുന്ന, അതിനെ തടയുന്ന ഒരു ദൈവം എനിക്കായി ജീവിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ കൈകളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാനിപ്പോൾ ഈ പാട്ടിന് മുൻപ് പറഞ്ഞത്, ഈ നിമിഷം പറഞ്ഞതുമായത് ഇന്നത്തെ മെസ്സേജിൽ എനിക്കറിയാം ഇത് വരേണ്ടതല്ല. ഇത് ഏതോ ഒരു കുടുംബത്തോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. അത് ഏറ്റെടുത്തവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവെടുത്ത് പറയുന്നു, ഏലിയാവ് സേവിക്കുന്നതും ആരാധിക്കുന്നതുമായ ദൈവം ആര് എന്നുള്ള അവന്റെ ഉറച്ച വെളിപ്പാടും ബോധ്യവുമാണ് ആഹാബിന്റെ മുമ്പിൽ നിൽക്കുവാൻ തന്നെ ധൈര്യപ്പെടുത്തിയത്. From the scripture, it's very evident that why Elijah was able to stand so bold before Ahab. The sole reason was he knew whom he served, and that assurance and boldness made him not to fear him. രണ്ടാമതായി ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. ആ പദം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞാൽ, എൻ്റെ വാഗൊണ്ട് ഞാൻ പറഞ്ഞാൽ എനിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ വാക്കുകളെ ഓണർ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ വാക്കുകളെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവത്തിൻ്റെ മക്കളെ, ദാസിമാരെ, സഹോദരങ്ങളെ, സഭയെ, നിങ്ങളുടെ വാക്കിനെ മാനിക്കുന്ന, നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന, ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ, അതുകൂടെ ചേർത്ത് പറയാം, ദൈവഹിതപ്രകാരമുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ, ഫെയ്ത്ത് ഡിക്ലറേഷൻസ്. ഫെയ്ത്ത് നിങ്ങൾ പ്രൊക്ലൈം ചെയ്യുമ്പോൾ, നിങ്ങളത് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ, അതിനെ ഓണർ ചെയ്യുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, നിങ്ങളുടെ കുടുംബത്തെ നോക്കി, നിങ്ങളുടെ ഹസ്ബൻഡിനെ നോക്കി, വൈഫിനെ നോക്കി, മക്കളെ നോക്കി, ഫാമിലിയെ നോക്കി, സഭയെ നോക്കി, ദൈവഹിതപ്രകാരമുള്ള കാര്യം. ഒരാൾ മുടിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞാൽ ദൈവം മുടിക്കുന്നതല്ല. അന്യന്റെ മുതൽ ആഗ്രഹിച്ചുകൊണ്ട് അത് അവകാശം എടുക്കാൻ പറ്റത്തില്ല. ആവശ്യമില്ലാത്ത കാര്യമല്ല. ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ. എൻ്റെ കുടുംബത്തിൽ ഈ വർഷം എല്ലാവരും വിശ്വാസത്തിൽ വരും, കർത്താവിനെ അറിയും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവം അത് ചെയ്യും. കാരണം സംഭവിക്കേണ്ട കാര്യമാണ്. എന്നെ, എൻ്റെ കുടുംബത്തെ ദൈവം മാനിക്കും, ഞങ്ങൾ ആത്മീകമായി വളരും, അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നല്ല കാര്യമാണ്. ദൈവം അത് ചെയ്തിരിക്കും. എൻ്റെ രോഗത്തെ എൻ്റെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കും, എൻ്റെ രോഗത്തെ എൻ്റെ യേശു എടുത്ത് മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആവശ്യമാണ്. അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കും. എൻ്റെ ശുശ്രൂഷയിൽ എൻ്റെ കർത്താവ് എന്നെ മാനിക്കുകയും അനവധി വാതിലുകൾ എൻ്റെ ദൈവം എനിക്ക് തുറന്നു തരികയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെ പറയണമെന്നാ. അത് സംഭവിച്ചിരിക്കും. ഈ ദൂത് എത്ര പേര് ഏറ്റെടുക്കും? ഞാൻ പറഞ്ഞാൽ ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ എനിക്കായി ചെയ്യുന്ന ഒരു ദൈവം, ഏലിയാവിന്റെ ദൈവം എനിക്കായി ജീവിക്കുന്നു. ഹല്ലേലൂയ. Another aspect of this great servant of the Lord Elijah is that he says before the king, "Except at my word." And he had the assurance that the Lord honors my word. What I speak from the mouth on the behalf of the Lord is going to honor it. And this is a great revelation for this year. If you proclaim words of faith from your mouth according to the will of the Lord, if you proclaim it in faith, not a curse which you proclaim, not the bad things which you proclaim, but proclaiming the things accordance with the will of the Lord, blessings if you proclaim, that will happen. Or look at your family and proclaim that my family will be blessed. Look at you and tell, my ministry will be blessed. The Lord will be opening doors. These are not unscriptural. It's there in the Bible that you have to pray for the doors to be opened. If you proclaim like that, if you withhold and disown what was mean and uphold what is greater in the hands of the Lord, that things will happen to you. That's the proclamation from the servant of the Lord. എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ എലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ എന്ന് പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനിലെ ഏറ്റവും വലിയൊരു വിശേഷതയാണത്. ദൈവത്തെ സംശയിക്കാത്ത ഒരു ഹൃദയം
ഏലിയാവിനുണ്ടായിരുന്നു. സംശയിക്കുന്നതേയില്ല. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല എന്ന് പറഞ്ഞേച്ച് പുള്ളി അങ്ങ് പോവുകയാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം, ഒരു സംശയമില്ല കർത്താവിനെ. ദൈവത്തെ സംശയിക്കാത്തൊരു ഹൃദയം ഏലിയാവിനെ പോലെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ ദൈവത്തിന്റെ നാവാക്കി ദൈവം നിർത്തും. Another hallmark of this man of God is that he never doubted God. If you have that kind of an attitude toward your God, if you don't doubt God, if you don't hesitate to take a step for the Lord will make your mouth like his mouth. റെയ്നാർഡ് ബോങ്കെ എന്ന അഭിഷിക്തൻ, നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നീ ദൈവത്തെ അല്ല സംശയിക്കേണ്ടത്, നിന്റെ സംശയത്തെ നീ സംശയിക്കുക. Reinald Bonnke, one of the most used man of God by the Lord, he said, do not doubt God, but you have to cast doubt into doubt. യാക്കോബിന്റെ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. യാക്കോബ് പറയുകയാണ്, എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടുകൂടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. 2021 സംശയമായിട്ട് നടന്നാൽ 2021 നീ എന്തെങ്കിലും കർത്താവിൽ നിന്ന് പ്രാപിക്കുമെന്ന് ചിന്തിക്കരുത്. സംശയിക്കുന്നവൻ വേവർ മൈൻഡ് സെറ്റ്. ഇങ്ങനെ കടൽ ഇങ്ങനെ കിടന്ന് അലയുന്ന പോലെ, തിരകൾ ഒലയുന്ന പോലെ ഒലയുന്ന മനുഷ്യൻ കർത്താവിൽ നിന്ന് അവനൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. രണ്ട് മനസ്സുള്ള മനുഷ്യൻ, ഇരു മനസ്സുള്ള മനുഷ്യൻ അവന്റെ വഴികളിലൊക്കെയും അവൻ അസ്ഥിരനാകുന്നു. In James 1:6 and 7, but ask in faith, never doubting, for the one who doubts is like a wave of the sea, driven and tossed by the wind. For the doubter, being double-minded and unstable in every way, must not expect to receive anything from the Lord. In 2021, do not doubt the Lord, move in faith. പിശാചിന്റെ എല്ലാ കാലത്തെയും ടാർഗറ്റ് എന്നാന്ന് പറയട്ടെ. പിശാചിന്റെ എല്ലാ കാലത്തെയും 2021 അവന്റെ ടാർഗറ്റ് അതാണ്, ദൈവത്തെ നിന്നെ കൊണ്ട് സംശയിപ്പിക്കുക. ഇതായിരുന്നു ഉൽപ്പത്തി മുതൽ, ഏദൻ മുതൽ പിശാചിന്റെ ടാർഗറ്റ്. ഏദനിൽ വന്നിട്ട് എന്നാ ഹവ്വായോട് പറഞ്ഞേ, നിശ്ചയമായും ഈ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചേ. ഇത് കഴിക്കുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. നിങ്ങൾ ദൈവത്തെ പോലെ ആകുന്നതിൽ ദൈവത്തിന് അസൂയ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഇത് തിന്നരുതെന്ന്. സംശയിപ്പിച്ചു. ആ സംശയം എന്ന സ്പിരിറ്റ് അകത്തോട്ട് കയറിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാല് ഹവ്വ അമ്മച്ചി അത് എടുത്ത് കഴിച്ചത്. എവിടെ സംശയം ഓപ്പറേറ്റഡ് ആകുന്നോ അതിന്റെ പിറകിൽ ഡീമൺ ഉണ്ട്. ഭാര്യയെ സംശയിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യ, ദൈവപുരുഷനെ സംശയിക്കുന്ന ഇടയനെ സംശയിക്കുന്ന ആടുകൾ, അതിന്റെ പിറകിൽ ദൈവമല്ല. സംശയം എന്ന് പറയുന്ന സ്പിരിറ്റ് എവിടെല്ലാം കയറിയിട്ടുണ്ടോ അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. Satan's all-time target is casting doubt into your mind. And right from the Garden of Eden, we find the same strategy used by Satan. He came to Eve and asked, did God really say this? And Lord is actually envious of you that you may become like him. And this kind of doubt was casted into their mind, and that spirit of doubt entered and they were pushed out of Garden of Eden. If you doubt your husband, if you doubt your wife, if you doubt your pastor, if you doubt the person who is put above you, then there is a demon of doubt there. ഞാൻ ഇന്നലെ ഒരു മാരേജ് സർവീസ് നടത്തുന്ന സമയത്ത് പബ്ലിക്കായിട്ട് പറയുമായിരുന്നേ, ഈ ഏദൻ എന്ന വീട്ടില്, ഏദൻ തോട്ടത്തിൽ, ഏദൻ എന്ന ഭവനത്തില് എല്ലാ ഈവനിങ് ടൈമിലും സന്ധ്യ ആകുമ്പോൾ യഹോവയാകുന്ന ദൈവം വരുമായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ ദൈവം വരാറുണ്ട് കേട്ടോ, അങ്ങനെയുള്ള വീടുകളുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാ ദിവസവും ദൈവം വരുന്ന വീടായിരുന്നു ആദത്തിന്റെ ഹവ്വയുടെയും വീടായ ഏദൻ. എന്നിട്ട് അവിടെ പാമ്പ് കയറി. എല്ലാ ദിവസവും ദൈവം വരുന്ന വീട്ടിൽ
എന്നിട്ട് പാമ്പ് കയറി. അപ്പൊ ആഴ്ച ഒരു ദിവസം മാത്രം കുടുംബ പ്രാർത്ഥന നടത്തുന്ന ദൈവം വരുന്ന വീട്ടിന്റെ സ്ഥിതി എന്തുമായിരിക്കും? പാമ്പിന്റെ ബഹളമായിരിക്കും. ബാബാ സുരേഷിനെ വരെ വിളിക്കേണ്ടി വരും. ഞാനൊരു ഫണ്ണിയായിട്ട് പറഞ്ഞതാ, ചിരിക്കാൻ വേണ്ടിയിട്ട്. പാമ്പുകളുടെ ബഹളമായി എല്ലാ ദിവസവും ദൈവം വരുന്ന വീട്ടിൽ പാമ്പ് കയറി. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പം, അവർ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടിരുന്നപ്പം, പ്രാർത്ഥിക്കേണ്ട സമയത്ത് മാറിയിരുന്നപ്പം, അങ്ങനെയാണെങ്കിൽ ഭാര്യയും ഭർത്താവും കൈകോർത്ത് പ്രാർത്ഥിക്കാത്ത, കുടുംബ പ്രാർത്ഥനയില്ലാത്ത, ദൈവം വരാത്ത, ദൈവസാന്നിധ്യം വെളിപ്പെടാത്ത വീടിന്റെ സ്ഥിതി എന്തുമായിരിക്കും എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ആ സിറ്റുവേഷൻ ആയിരിക്കും. ആ വീടൊരു സംശയത്തിന്റെ കൂമ്പാരമായിരിക്കും, പ്രതിസന്ധികളുടെ കൂമ്പാരമായിരിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും. ദൈവ സാന്നിധ്യം പ്രതിസന്ധികളെ അകറ്റും. ഞാൻ നിങ്ങളെ നോക്കിയിട്ട് ഇന്ന് ഈ സന്ദേശം എടുത്ത് ഉയർത്തി പറയുകയാണ്. നിങ്ങൾ ദൈവത്തെ സംശയിക്കാത്ത, ദൈവവചനത്തെ സംശയിക്കാത്ത, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ സംശയിക്കാത്ത ഒരു ഹൃദയമുള്ള വ്യക്തിയായി മാറിയാൽ നിങ്ങളുടെ ജീവിതം ജയകരമായിരിക്കും. ഞാനിതിനെ രസകരമായ രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ബട്ട് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. A serious message from the Garden of Eden, that every evening the Lord was coming down and walking with them, conversing with them. Such a blessed experience. But Satan got one gap where they were separate. Satan entered and made all sorts of problems. If your house doesn't have the visitation of the Lord daily basis, then you can understand how many snakes will be there in your home, in a place where only once in a month or a week there will be the presence of the Lord. Make sure that the thing which liberates you, the thing which solves the problem, is the presence of the Lord. And make sure husband and wife be united in the Lord, pray together, and then your house will not become a house of snake or a house of doubt. അതുകൊണ്ടാണ് പീറ്റർ പത്രോസ് പറഞ്ഞത്, നിങ്ങൾ അന്ത്യനാളുകളിൽ എത്ര അധികം വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവരായിരിക്കണമെന്ന് പത്രോസ് പറഞ്ഞതിന്റെ കാരണം അതാണ്. ടൈമിൽ ഇത് വർദ്ധിച്ചു വരും, ഈ സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരും. മനുഷ്യർ സ്വസ്നേഹികളായി, ദ്രവ്യാഗ്രഹികളായി, വമ്പ് പറയുന്നവരായി, വാത്സല്യമില്ലാത്തവരായി, ഉഗ്രന്മാരായി തീരും. പരിഹാസികളുടെ എണ്ണം വർദ്ധിക്കും. ദൈവ നിക്ഷേധികളുടെ എണ്ണം വർദ്ധിക്കും. പല കാര്യങ്ങൾക്കകത്തും തിന്മകളിൽ വർധനവുണ്ടാകും. എന്നാൽ ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമാണ്. സഭ ഇവിടുന്ന് എടുക്കപ്പെടുവാനുള്ള സമയം ആയിരിക്കുന്നു എന്നുള്ളതിന്റെ സൈനാണ്. In the end times, these things will be more severe than ever before. And that's why Paul and Peter continuously saying, in the end times, perilous times will come, and you need to be vigilant in the Lord so that you may escape these conditions. ദൈവത്തെ സംശയിക്കാത്തൊരു ഹൃദയം. ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനെ നോക്കിയിട്ട് പറഞ്ഞു, അപ്പൊ വിശ്വസിക്കുന്ന ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, എൻ്റെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കണമേ. ഒരു തിരമാല ഇങ്ങനെ കിടന്ന് വേവ് ചെയ്യുന്നത് പോലെ എൻ്റെ ഫെയ്ത്ത് ലെവൽ ആകല്ലേ കർത്താവേ. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കുടുംബത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള എൻ്റെ ഫെയ്ത്ത് ലെവൽ വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. കാഴ്ചയാലല്ല, 2021 വിശ്വാസത്താൽ നടക്കാൻ കൃപ തരണം. ഇതൊന്ന് പറഞ്ഞേ. അപ്പൊ 2021 കാഴ്ചകളാലല്ല, വിശ്വാസത്താൽ നടക്കാൻ എനിക്ക് കൃപ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച ആ ഫെയ്ത്ത് ലെവൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളിൽ വർദ്ധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. Open your mouth and proclaim before the Lord and ask His grace. Lord, take away the doubting mind from me. Take away the wavering spirit. Take away the double-minded spirit. Give me faith and wisdom so that I may proclaim words of wisdom and blessing, and let the faith level increase in this new year. Ask grace to the Lord in the name of Jesus. That spirit is being imparted to you. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വരികയില്ല, അവരെന്നെ പിരികയില്ല,
വലതു കൈ പീഡിച്ചെന്നെ വഴി നടത്തും. വരികയില്ല അവൻ എന്നെ പിരികയില്ല. വലതു കൈ പീഡിച്ചെന്നെ വഴി നടത്തും. വിളിച്ച ദൈവത്തെ വിശ്വസിക്കുക. വിളിച്ച കർത്താവിനെ സംശയിക്കാതിരിക്കുക. വിളിച്ച ദൈവം നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങളെ, പ്രോമിസുകളെ ഫുൾഫിൽ ചെയ്യും. ഒന്ന്, ഏലിയാവിന് താൻ സേവിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യം, വെളിപ്പാടുണ്ടായിരുന്നു. രണ്ട്, ആ ദൈവത്തെ സംശയിക്കാത്ത ഒരു ഹൃദയം ആ മനുഷ്യനുണ്ടായിരുന്നു. മൂന്ന്, ഞാൻ എന്ത് എൻ്റെ വാഗൊണ്ട് എൻ്റെ കർത്താവിൽ വിശ്വസിച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നുവോ, ഞാൻ പ്രഖ്യാപിച്ചതിനെ എനിക്കായി എൻ്റെ ദൈവം പ്രവർത്തിക്കുമെന്ന ഒരു ഉറപ്പ് ആ മനുഷ്യനുണ്ടായിരുന്നു. നാലാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ ഒരു സാഹചര്യത്തിന്റെ നടുവിൽ ഏലിയാവിനോട് ദൈവം തന്നെ ആവശ്യപ്പെടുകയാണ്. മൂന്നാമത്തെ വാക്യത്തിൽ, 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്ക. 4-ാം വാക്യത്തിൽ ദൈവം പറയുന്ന, തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. ഇനിയുള്ള ഒരു 10 minutes ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ആണ്. കൊട്ടാരത്തിനകത്ത് കയറി രാജാവിനോട് വരെ ദൂത് പറയുന്ന മിനിസ്ട്രി, രാജ്യത്തിന്റെ ശബ്ദമായി നിൽക്കുന്ന പ്രവാചകൻ, രാജാക്കന്മാരും ഭരണകൂടവും വരെ തന്റെ വാക്കുകളുടെ മുൻപിൽ വിറയ്ക്കുന്നു. അതിശക്തമേറിയ ശുശ്രൂഷയുടെ കൊടുങ്കാറ്റ് പോലെ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു ശുശ്രൂഷയുടെ കാലഘട്ടം. ആ സാഹചര്യത്തിലാണ് ദൈവം ഏലിയാവിനോട് പറയുന്നേ, നീ ഇവിടുന്ന് പോയി കെരീത്ത് എന്ന് പറയുന്ന ആരോരുമില്ലാത്ത, കെരീത്ത് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ചെക്ക് ചെയ്താൽ, ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ കിട്ടും. ദ പ്ലേസ് ഓഫ് സെപ്പറേഷൻ എന്നാണ്. ദ പ്ലേസ് ഓഫ് സെപ്പറേഷൻ, ഒറ്റപ്പെടലിന്റെ, ഏകാന്തതയുടെ, ആരുമില്ലാത്ത സ്ഥലമാണ് കെരീത്ത് എന്ന് പറയുന്നത്. ഈ ദൂത് ആത്മാവിലെ ഇങ്ങനെ എഴുതി വെക്കുക. കർത്താവ് നിന്നെ സെപ്പറേറ്റ് ചെയ്യുന്നത് നിന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. 2021 is the year of preparation. പലപ്പോഴും കർത്താവ് നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്നത്, വേർപെട്ടുകൊണ്ടിരുത്തുന്നത്, മാറ്റിയിരുത്തുന്നത്, ചില ഒറ്റപ്പെടലുകൾ അനുവദിക്കുന്നത്, ചില സാഹചര്യങ്ങൾ അനുവദിക്കുന്നത്, ചില നിയോഗങ്ങൾ കൽപ്പിക്കുന്നത് നിന്നെ പ്രിപ്പയർ ചെയ്യാനാണ്. സാരാഫത്തിലെ വിധവയുടെ വീട്ടിൽ സമൃദ്ധി വെളിപ്പെടണമെങ്കിൽ സാരാഫത്തിന്റെ ക്ഷാമം മാറ്റുന്ന ഒരു അഭിഷേകവും മരിച്ച കൊച്ചിനെ ഉയർപ്പിക്കുന്ന അഭിഷേകവും ഒക്കെ വെളിപ്പെട്ടു വരണമെങ്കിൽ നിനക്കൊരു പ്രിപ്പറേഷന്റെ കെരീത്ത് ആവശ്യമാണ്. സെപ്പറേഷന്റെ കെരീത്ത് ആവശ്യമാണ്. ഈ സെപ്പറേഷനും ഈ പ്രിപ്പറേഷനും നിന്നെ ഡിസ്ട്രോയ് ചെയ്യുവല്ല, നിന്നെ പവർഫുൾ ആക്കുകയാണ്. ഇത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്നെ അധികം ശക്തനായി മാറ്റുകയാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. Yes, Pastor. We find 3 hallmarks from chapter 17 of 1 Kings, the specialities of this man Elijah. He knew in whom he believed.
Secondly, he never doubted God. Thirdly, he understood the Lord honors his word. And the fourth important aspect, a greater revelation is coming to you. That is from chapter 17 verse 3 following. Go from here and turn eastward and hide yourself by the Wadi Kerith, which is east of Jordan. You shall drink from the Wadi, and I have commanded the ravens to feed you there. And you can understand from the word meaning of Kerith, it means separations, it means isolation, it means you are being isolated by the Lord. You are separated to a specific place to prepare yourselves for the Lord, because you need to wait upon the Lord to get the power from the Lord. You move forward into the place where you will be breaking the curse of famine, and you will be raising up a kid from death. All these things happen if you are separated and there you wait upon the Lord. This happened with Elijah, and this fourth aspect is very important when the Lord prepares us. ഈ ഇപ്പം ദേവദാസൻ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം പറഞ്ഞ ഇംഗ്ലീഷ് വേർഡ് ഈ ഐസൊലേഷൻ വാർഡും ഒന്നും ഇപ്പം നിങ്ങൾക്ക് അപരിചിതമല്ലെന്ന് എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ഇഷ്ടംപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന പദമാണ്. ദൈവം നിന്നെ കൊണ്ടുപോകുന്ന ചില കെരീത്തുകൾ നിങ്ങൾ ഓർക്കണം. ഏലിയാവിന് വേണേ ചിന്തിക്കാം, കർത്താവേ, കൊട്ടാരത്തിനകത്ത് വരെ ദൈവത്തിന്റെ സന്ദേശവുമായിട്ട് നിൽക്കുക. എൻ്റെ ഇന്നലെ എവിടെ ആയിരുന്നു മീറ്റിംഗ്? ഇന്നലെ എൻ്റെ മീറ്റിംഗ് പാലസിലായിരുന്നു. ഏലിയാവിനോട് ചോദിക്കുക, ബ്രദറെ ഇന്നലെ എവിടെ ആയിരുന്നു ശുശ്രൂഷ? ഇന്നലെ എൻ്റെ മീറ്റിംഗ് പാലസിലായിരുന്നു, ഇവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരത്തിലായിരുന്നു. ആ നിലയിൽ മിനിസ്ട്രിയിൽ നിൽക്കുന്ന, ഇങ്ങനെ ശക്തമായി നിൽക്കുന്ന, കൊടുങ്കാറ്റ് പോലെ നിൽക്കുന്ന ഒരു മനുഷ്യനോട് പറയുകയാണേ, ആരോരുമില്ലാത്ത ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയുടെ കെരീത്തി പോയിരിക്കാൻ. ഇത് ഫിലിപ്പോസിനോട് ചെയ്ത പോലെ ആയിപ്പോയി. ഫിലിപ്പോസ് ശമരിയയിലെ ഉണർവിൽ നിൽക്കുകയാണ്, ഭയങ്കര റിവൈവിൽ നിൽക്കുകയാണ്, പട്ടണത്തിൽ മഹാസന്തോഷം വെളിപ്പെടുകയാണ്. ആഭിചാരകന്മാർ 50,000 വെള്ളിക്കാശിന്റെ ആഭിചാര വസ്തുക്കൾ കൊണ്ട് കത്തിച്ചിട്ട് രക്ഷിക്കപ്പെടുകയാണ്. ഭയങ്കര റിവൈവൽ. ആ റിവൈവലിന്റെ മുമ്പിൽ നിൽക്കുന്ന പാസ്റ്ററാണ്, റിവൈവലിസ്റ്റ് ആണ് സ്തോത്ര ഫിലിപ്പ് എന്ന് പറയുന്നത്. ആ ശക്തമായിട്ട് മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം പറയാ, നീ ഇവിടുന്ന് പുറപ്പെട്ട് ഗസയിലേക്ക് പോയി നിർജ്ജന പ്രദേശത്ത് പോയി നിൽക്കാൻ. ലക്ഷങ്ങളുടെ 10,000ങ്ങളുടെ നടുവിൽ വലിയ മെസ്സേജുമായിട്ട് നിന്ന് റൂമാൽ വലിച്ചെറിയുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു. 50,000 അല്ലെ, 50,000 വെള്ളിക്കാശിന്റെ വിലയുള്ള ആഭിചാര വസ്തുക്കൾ ആഭിചാരകന്മാര് കൊണ്ടുവന്ന് കത്തിച്ച് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉണർവിന്റെ പാസ്റ്ററായിട്ട് നിൽക്കുന്ന ആളോട് പറയുകയാണ്, ആരോരും ഇല്ലാത്ത മരുഭൂമി പോയി നിൽക്കാൻ. ആരനുസരിക്കും? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഗസയ്ക്കുള്ള ആ നിർജ്ജന പ്രദേശത്ത് പോയി നിൽക്കാൻ ദൈവം പറയുമ്പം ആ വലിയ കൂട്ടത്തെ, ഉണർവിനെ എല്ലാം മറന്ന് ദൈവത്തിന്റെ വാക്കനുസരിച്ച ഫിലിപ്പ് അല്ലേ, ആ ഗസയിൽ നിൽക്കുമ്പോഴാണ് എത്യോപ്യ എന്ന രാജ്യത്തിലെ കാര്യവിചാരകനും മഹാനും ഷണ്ണനുമായ മനുഷ്യൻ, എത്യോപ്യൻ, ജെറുസലേമിൽ പെരുന്നാളൊക്കെ കഴിഞ്ഞ് തേരിൽ ഇങ്ങനെ വരുന്ന കാഴ്ച ഫിലിപ്പോസ് കാണുന്നത്. തേരിനോട് ചേർന്ന് നടക്കാൻ ദൈവം ഇടപെട്ടു. ആരുമില്ല വേറെ. നിങ്ങൾക്കറിയാമോ, ആഫ്രിക്കൻ കൺട്രീസിന്റെ ഒരു ഭാഗമാണ്, ആഫ്രിക്കൻ രാജ്യത്തിന്റെ ഒരു ഭാഗമാണ് എത്യോപ്യ എന്ന് പറയുന്നത്. ആദ്യമായിട്ടൊരു എത്യോപ്യൻ സ്നാനപ്പെടുകയാണ് ആഫ്രിക്കയിൽ. ആദ്യമായി ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുകയാണ്. ആ ഉണർവിന് തീ കൊളുത്തിയത് ഫിലിപ്പാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിവൈവൽ നടക്കുന്നത്, മരിച്ചവർ ഉയർക്കുന്നത്, റിവൈവൽ നടക്കുന്നത്, മിറക്കിൾസ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യത്തിലാണ്. ആഫ്രിക്കയുടെ 70% ആൾക്കാരും ക്രിസ്തുവിലായി കഴിഞ്ഞു. പക്ഷെ ആ ഉണർവ് ഇനാഗ്രേറ്റ് ചെയ്തത് ഈ മനുഷ്യനാണ്. നിങ്ങൾ ഓർക്കുക, ഞാനിപ്പോൾ ശമരിയയുടെ ഉണർവിൽ നിൽക്കുന്നു, എനിക്കിപ്പോൾ വരാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ ഉണർവ് നടക്കില്ല. ദൈവം നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ, ദൈവം നമ്മളോടൊരു കാര്യം പറയുമ്പോൾ, ബിഗിനിങ്ങിൽ നമ്മൾ കാണുന്നത് മരുഭൂമി ആയിരിക്കും. പക്ഷെ അനുസരിക്കാമോ, പിന്നെ അതിനകത്ത് നീ കാണുന്ന ഒരു അത്ഭുതം ഉണ്ടാകും. പിന്നെ അതിനകത്ത് നീ കാണുന്ന ഒരു മേജർ ഡെലിവറൻസ് ഉണ്ടാകും. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കെരീത്ത് നിന്റെ അവസാനമല്ല, കെരീത്ത് നിന്റെ ശുശ്രൂഷയുടെ തുടക്കമാണ്. Kerith is not the end of your ministry, it is the beginning of your ministry. Elijah was asked to be separated
at Kerith, and he was not a simple man, he was not an ordinary man, he was standing before kings, deft, dashing, debonair, standing so powerfully and proclaiming the word of God. But that man was asked to go in solitude. Same happened with Philip. He was going into Samaria and he was preparing the whole of the people for a great revival, and a great revival happened. He was standing there tall as a man who ignited the revival. But at the same time, when such a great ministry is going on, the Lord asked him to go to the wilderness of Gaza. And what is there in Gaza? Nobody knows. He was waiting there for the Lord, and the Lord brought this Ethiopian minister coming after the feast from Jerusalem, and he was reading the Isaiah scroll, and the Lord used Philip to convert this man, and that actually made an entry of the gospel into the land of Africa. Even today, greatest revivals happen in Africa. Almost more than 70% of the people believe in the Lord. And Kerith is not your end. Kerith is the beginning of your ministry. ഹല്ലേലൂയ. സഹോദരങ്ങളെ, വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം പറയട്ടെ. 4-ാമത്തെ വാക്യത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവം ഏലിയാവിനോട് പറയുകയാണ്, നീ തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചു കൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ദൈവിക ആലോചനയുണ്ട്. ഞാൻ ഒരിക്കൽ ഈ മെസ്സേജ് ഒരു ഷോർട്ട് മെസ്സേജ് ആയിട്ട് പറഞ്ഞു, കാക്കയ്ക്ക് ലഭിച്ച കൽപ്പന. കാക്കയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? നിനക്ക് ഭക്ഷണം എത്തിച്ചു തരാൻ വേണ്ടി. അപ്പൊ ഏലിയാവിനോട് ദൈവം പറയുകയാണ്, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കെരീത്ത് തോട്ടിനരികിൽ പോയി ഒളിച്ചിരിക്കണം. ചില ആഹാബുമാര് നിന്നെ അന്വേഷിക്കുമ്പോൾ, ചില ഇസബേലുമാർ നിന്നെ തകർക്കാൻ അന്വേഷിക്കുമ്പോൾ, നീ ദൈവികമായ സംരക്ഷണത്തിന്റെ കെരീത്തില് ആണെന്നുള്ളത് ദൈവമല്ലാതെ വേറെ ആരും അറിയില്ല. ഇതൊരു എനിക്കറിയാം, ഇത് ആരോടോ ഉള്ള ഒരു ദൂതാണ്. പൈശാചിക മണ്ഡലം നിന്നെ അന്വേഷിക്കുമ്പോൾ, സാത്താന്യ മണ്ഡലങ്ങൾ നിന്നെ പരതി നടക്കുമ്പോൾ, നീ ദൈവിക സംരക്ഷണത്തിന്റെ കരീത്തിനകത്താണെങ്കിൽ, ആഹാബ് ഇസബേലെ, നിനക്ക് ഏലിയാവിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, നിനക്കവിടെ എൻട്രി ഇല്ല. Hallelujah. In the name of Jesus. അത് ദൈവം അവനെ കവർ ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. അത് ദൈവം അവനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഇത് ദൂതാണ്. ഇതെനിക്കറിയാം. I know that in my spirit. Yes, Pastor. In verse 4 of 1 Kings 17, yes. You shall drink from the wadi, and I have commanded the ravens to feed you there. This is a greater revelation you find here. The Lord was protecting this man under a firewall, that no Ahab or no Jezebel may come to kill this man of God. When the Lord is separating you, when the Lord is making you to wait in most unlikely circumstances, He is going to put a firewall around you so that the evil forces will never find you. The evil forces will never make any problem at you, and the Lord is actually protecting you in isolation. ദൈവം നിന്നെ ഇരുത്തിയിരിക്കുന്നിടത്ത് ഇരുന്നാൽ, ശ്രദ്ധിച്ചോണം, കർത്താവ് നിന്നെ ഇരുത്തിയിരിക്കുന്നിടത്ത് ഇരുന്നാൽ, ദൈവം നിന്നെ അയക്കുന്നിടത്ത് കൃത്യമായി നീ നിന്നാൽ, ഉറപ്പാണ് പൈശാചിക മണ്ഡലങ്ങൾക്ക് നിന്നെ ഫൈൻഡ് ചെയ്ത് പിടിക്കാൻ കഴിയില്ല. ഇപ്പോഴും നിന്നെ അന്വേഷിക്കുന്നുണ്ട്. സാത്താന്യ മേഖലകൾ നിന്നെ നിന്റെ കുടുംബത്തെയും പരതി തിരയുന്നുണ്ട്. കിട്ടുകയില്ല, കാണാൻ പറ്റുകയില്ല, തൊടാൻ പറ്റുകയില്ല. കാരണം ദൈവം ഇരിക്കാൻ പറഞ്ഞ കരീത്തിലാണ് നീ ഇപ്പോൾ. Hallelujah. If you sit in the place where the Lord has placed you in isolation and separation, no evil forces can ever find you. They are actually in a hunt to find and kill you. But if you are in the place where the Lord has placed you, no evil force will ever touch you. ശ്രദ്ധിക്കുക, ഈ ഏലിയാവിനോട് കെരീത്തിലോട്ട് പോകാൻ ദൈവം പറയുന്നതിന് മുമ്പ് ദൈവം എന്ത് സെറ്റ് ചെയ്തെന്നറിയാവോ? ദൈവം കാക്കയോട് പറഞ്ഞു. ദൈവം റേവനോട് ഓൾറെഡി കാക്കയോട് കൽപ്പിച്ചു ഏലിയാവിന് ഫുഡുമായിട്ട് പോകണമെന്ന്. കാക്കയോട് പറഞ്ഞിട്ടാണ് ഏലിയാവിനോട് പറഞ്ഞത്. അങ്ങനല്ലേ? നിങ്ങൾ നോക്കിയ 4-ാമത്തെ വാക്യം നോക്കി, നീ തോട്ടിൽ നിന്ന് കുടിച്ചു കൊള്ളണം,
അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ടാണ് 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അങ്ങനെ ഏലിയാവ് പോയി. അപ്പോ കാക്കയോട് കൽപ്പിച്ചിട്ടാണ് ഏലിയാവിനോട് കൽപ്പിക്കുന്നത്. നിനക്ക് വേണ്ട നന്മകളെ എൻ്റെ ദൈവം സെറ്റ് ചെയ്തു വെച്ചിട്ടാണ് നിന്നെ ദൈവം ചിലതിൽ നിയോഗിക്കുന്നത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ തിരിച്ചറിയുക, നിനക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കിയിട്ടാണ്. ഇന്നത്തെ സന്ദേശം അതാണ്, ദൈവം ഒരുക്കിയിട്ടുള്ളത്. ദൈവം ഒരുക്കിയിട്ടുള്ളത്, ദൈവം നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ട്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത്, ശുശ്രൂഷയ്ക്ക് വേണ്ടത്, ഭാവിക്ക് വേണ്ടത്, കുടുംബത്തിന് വേണ്ടത് മുഴുവൻ ഒരുക്കി വെച്ചിട്ടാണ് നിന്നെ ചിലതിലേക്ക് ദൈവം നിയോഗിച്ചിരിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കുക. In verse 4 we find that I have commanded the ravens to feed you there. Even before the appointment of the Lord was given to Elijah, the Lord commanded the ravens to give him food. Whatever you need in a special circumstance is early provided by the Lord, even before you know, even before you go there. If you are going to have an appointment from the Lord for a specific task or purpose, the Lord had prepared everything for you, and what you need for your family, what you need for your personal belongings, all those things will be prepared by you. ഇവിടെ ഒരു സന്ദേശം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോണേ സഹോദരങ്ങളെ. ഈ ഏലിയാവിനോട് ദൈവം പറയുകയാണ്, നീ കെരീത്തിൽ പോകണം, ഒളിച്ചിരിക്കണം, കാക്കയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഏലിയാവ് ദൈവം പറഞ്ഞ കാര്യത്തെ അനുസരിക്കുന്നു, ഒബേ ചെയ്യുന്നു. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ, ഒരു ചോദ്യം. ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ പിടികിട്ടുള്ളൂ. കാക്കയോട് ദൈവം പറഞ്ഞിട്ടാണ് ഏലിയാവിനോട് പറയുന്നത്. ഓൾറെഡി കാക്ക ആഹാരവുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു, കാക്ക സെറ്റായി കഴിഞ്ഞു. ഏലിയാവ് പോയില്ല എന്നായി? ദൈവമേ, ഞാനിപ്പോൾ പാലസിലെ കൊട്ടാരത്തിലെ മിനിസ്ട്രി ആയിട്ടൊക്കെ നിൽക്കുകയാണ്, എനിക്ക് അടുത്ത ആഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട്, എനിക്കിപ്പോൾ പോകാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞാൽ, ഏലിയാവ് പോയില്ല എങ്കിൽ, ദൈവം പറഞ്ഞത് ഏലിയാവ് അനുസരിച്ചില്ലെങ്കിൽ, ഈ അപ്പോ ഇറച്ചിയായിട്ട് അവിടെ വരുന്ന കാക്ക കിടന്ന് വട്ടം കറങ്ങില്ലേ? കാക്ക ആർക്ക് കൊടുക്കും? വിരുന്നുകാര് നിങ്ങളുടെ വീട്ടിൽ വരും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലേ നിങ്ങൾ അധികം ഭക്ഷണം ഉണ്ടാകത്തുള്ളൂ. സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നു. എന്താ, ഇന്ന് ഉച്ചയ്ക്ക് ചിലരൊക്കെ കഷ്ണം കഴിക്കാനായിട്ട് വരുമെന്നുള്ള ചിന്തയിൽ. ഈ വിളിച്ചാൾ വന്നില്ലേ എന്നായും അത് വേസ്റ്റ് ആകത്തില്ലേ? പിന്നെ അതെല്ലാം ഇടിച്ച് ഫ്രിഡ്ജിലൊക്കെ കേട്ടണ്ടേ? കാക്കയ്ക്ക് ഫ്രിഡ്ജില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഏലിയാവ് പോയില്ലെങ്കിൽ ഭക്ഷണവുമായി പോയ കാക്ക കറങ്ങില്ലേ? അപ്പൊ കാക്കയോട് പറഞ്ഞിട്ടാണ് ഏലിയാവിനോട് പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ശ്രദ്ധേയമായ കാര്യമുണ്ട്. ഏലിയാവിന് ദൈവത്തെ വിശ്വാസമായിരുന്നത് പോലെ തന്നെ ഏലിയാവിനെ ദൈവത്തിന് വിശ്വാസമായിരുന്നു. ഏലിയാവിന് ദൈവത്തെ വിശ്വാസമായിരുന്നത് പോലെ ഏലിയാവിനെ ദൈവത്തിന് വിശ്വാസമായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ 2021, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പക്ഷെ ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാമോ? നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവവിശ്വാസമുള്ളതാണ്, നല്ല കാര്യം. പക്ഷെ ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാമോ? വിശ്വസിച്ച് ചില കാര്യങ്ങൾ ഏൽപ്പിക്കാമോ? അതല്ലേ പൗലോസ് പറയുന്നത്, അവൻ നമ്മളെ വിശ്വസ്തരെന്നെണ്ണി തന്റെ ശുശ്രൂഷ ഏൽപ്പിച്ചു. ദൈവമക്കളെ, നാം ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന് നമ്മെയും വിശ്വസിക്കാൻ കഴിയണം. നാം ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന പോലെ തന്നെ ദൈവം തമ്പുരാൻ പറയുന്ന, മോനെ, നീ ഇല്ലാതെ എന്റെ രാജ്യം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടത്തില്ല. എന്റെ നാമത്തിന് വേണ്ടി സാക്ഷിയാകാൻ നിന്നെ ഞാൻ നിർത്തിയിരിക്കുമ്പോൾ നീ എന്റെ വിശ്വസ്ത സാക്ഷിയാകുക. നിന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിയണം. ഞാൻ ഈ മെസ്സേജിലൂടെ ഈ പുതിയ വർഷത്തിലേക്ക് കയറിയവരോട് പറയട്ടെ, ദൈവത്തിന് ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയുന്നു, വിശ്വസിക്കാൻ കൊള്ളാമെന്ന് കണ്ടാലുണ്ടല്ലോ, ദൈവം എന്തും അവനിലേക്ക് കൈമാറും. വൺസ് അഗൈൻ എഴുതി വെച്ചോ, ഈ ക്ലിപ്പ് കട്ട് ചെയ്തെടുത്ത് സൂക്ഷിച്ചോ. ദൈവത്തിനൊരു മനുഷ്യനെ, ഒരു സഹോദരനെ, ഒരു സഹോദരിയെ, ഒരു ദൈവ പൈതലിനെ, ഇവനെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന ബോധ്യം
നിങ്ങൾ തെളിയിച്ചാൽ, ഉറപ്പിക്കപ്പെട്ടാൽ, കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, ജീവിതം കൊണ്ട്, വിശുദ്ധി കൊണ്ട്, നടപ്പ് കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, അവനെ പ്രസാദിപ്പിക്കുന്ന ഹൃദയ പരമാർത്ഥതകൾ കൊണ്ട് തെളിയിച്ചാൽ, തെളിയിക്കപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തും ദൈവം കൈമാറ്റം ചെയ്യും. This is very important, Pastor. Yes. Think about a situation if Elijah don't go to that particular place called Kerith. Ravens will be coming at proper time, and what will happen is the food will be wasted. So when you understand that this prophet Elijah believed so forcefully the Lord, there's the other side of the same coin, that Lord believed this man and he put his trust in this man called Elijah. This is very special and this is very significant in this year when you are talking about preparation. അതുകൊണ്ട് കൈകളൊന്ന് ഉയർത്തി പറഞ്ഞ്, ഈ പുതിയ വർഷത്തിൽ കർത്താവേ, അങ്ങക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയായി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞേ. അപ്പൊ അങ്ങക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു മകനായി, അങ്ങക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു മകളായി, ആമീൻ, വഞ്ചിക്കാത്തൊരു മകളായി, പിന്മാറിപ്പോകാത്തൊരു വ്യക്തിയായി, സഭയ്ക്ക്, കുടുംബത്തിന്, ഭർത്താവിന്, ഭാര്യയ്ക്ക്, മക്കൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വമായിരിക്കാൻ എന്നെ ഏൽപ്പിക്കുന്നു. ഒരു വിശ്വസ്ത സാക്ഷിയായി ജീവിപ്പാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് കർത്താവിനോട് പറയാമോ? എന്നാൽ ഒരു കാര്യം കൂടെ ഉണ്ട്, അതിന്റെ ഒരു മറുഭാഗം കൂടെ പറയട്ടെ. നാം അവിശ്വസ്തരായിരിക്കുമ്പോഴും നമ്മുടെ ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ് നാം നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. വാസ്തവമായി പാസ്റ്ററെ, നമ്മളുടെ വിശ്വസ്തത കൊണ്ടോ കഴിവുകൊണ്ടോ അല്ല നമ്മൾ നിന്ന്, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നു നാം ഫെയ്ത്ത്ഫുൾ ആയിരിക്കുവാൻ, അവന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പാത്രമായിരിക്കാൻ. പ്ലീസ്. Even when we are unfaithful before the Lord is still faithful, and he is giving us grace to be faithful, and it should be our response to the Lord that we be faithful to the Lord because he is counting us faithful. ഈ ഏലിയാവ് മാത്രമല്ല ദൈവത്തിൽ വിശ്വസിച്ചതും ദൈവം ഏലിയാവിൽ വിശ്വസിച്ചതും, ഈ കാക്കയും ദൈവത്തിന് വിശ്വാസമായിരുന്നു കേട്ടോ. ഈ കാക്കയെ ദൈവത്തിന് വിശ്വാസമായിരുന്നു. കാക്കയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമോ? കൗശലമുള്ള പക്ഷിയാണ് കാക്ക. കാക്കയുടെ കയ്യിൽ ഒരു അപ്പോ ഇറച്ചിയോ മീനോ ഫുഡോ കിട്ടിയ അത് കൊടുക്കുവോ ആർക്കെങ്കിലും? അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുവോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ലക്ഷ്യസ്ഥാനത്ത് എത്തുവോ? എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ കാക്ക അനുസരണമുള്ള ഒരു കാക്കയായിരുന്നു. അതിന്റെ ചുണ്ടിൽ അപ്പവും ഇറച്ചിയും കയറിയപ്പോൾ നല്ല, എൻ്റെ ടേസ്റ്റ് ബഡ്സിലെല്ലാം നല്ല ടേസ്റ്റ് കിടന്നുണ്ട്. റൂട്ട് മാറി പറന്നു പോയി ഏതെങ്കിലും മരത്തെ കൊണ്ടുവച്ച് ഇത് കൊത്തി വലിച്ച് തിന്നാനുള്ള ടെംപ്റ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിലും ആ കാക്ക മനസ്സിൽ മുഴുവൻ ചിന്തിച്ചിരിക്കുന്നത് എൻ്റെ ഹിതമല്ല, എൻ്റെ കൊതിയല്ല, എൻ്റെ ആഗ്രഹമല്ല, എന്നെ ദൈവം ഏൽപ്പിച്ച കാര്യം എനിക്ക് ചെയ്യണം. 2021 കർത്താവേ, എൻ്റെ ഹിതമല്ല, എൻ്റെ കൊതിയല്ല, എൻ്റെ കുറെ കൊതികളല്ല നടക്കേണ്ടത്, നിന്റെ ഹിതം എന്നിൽ നടക്കണമെന്ന് പ്രാർത്ഥിക്കാമോ? അതുകൊണ്ട് എന്നാ സംഭവിച്ചു? ഈ കാക്ക ഭയങ്കര ഫേമസ് ആകട്ടോ. ബൈബിളിനകത്ത് 2-3 കാക്കകളുണ്ട്. ഒന്ന് നോഹയുടെ പെട്ടകത്തിനകത്തുനിന്ന് പോയ കാക്ക, തിരിച്ചു വരാത്ത കാക്ക. ആ കാക്കയെക്കുറിച്ച് പിന്നെ മാതാപിതാക്കളെ അനുസരിക്കാത്തത് കൊണ്ട് കണ്ണുകൂത്തി പൊട്ടിക്കുന്ന കാക്ക, അത് സദൃശ്യവാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഈ മറ്റു കാക്കകളെ കുറിച്ചൊന്നും ഒരു പാട്ടുമില്ല. പക്ഷെ ഈ കെരീത്തിൽ അപ്പോ ഇറച്ചിയും കൊണ്ട് കൊടുത്ത, സ്വന്തം രുചിക്ക് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടി നിൽക്കാതെ, സ്വന്തം കൊതിക്ക് വേണ്ടി നിൽക്കാതെ, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നിന്ന ഈ കാക്കയെ കുറിച്ച് എത്ര പാട്ടുണ്ടെന്നറിയോ? നിങ്ങളെ നോക്കിയിട്ട് ആർക്കെങ്കിലും ഒരു പാട്ട് എഴുതാൻ തോന്നിയിട്ടുണ്ടോ? പക്ഷെ ഈ കാക്കയെ കുറിച്ച് എത്ര പാട്ടുണ്ട്, എത്ര പ്രസംഗമുണ്ട്. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനന്റെ അരികിൽ വരും. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനന്റെ അരികിൽ വരും. അപ്പവും ഇറച്ചീവ കരത്തിൽ തരും ജീവ, ഉറവയിൻ തോടെനിക്ക് ദാഹം തീർത്തിടും. അപ്പവും ഇറച്ചീവ കരത്തിൽ തരും ജീവ, ഉറവയിൻ തോടെനിക്കു ദാഹം തീർത്തിടും. ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്, പാടാൻ നേരെയില്ല. ഹല്ലേലൂയ. ഈ കാക്കയെ കുറിച്ച്, കാരണം ഇതൊരു അനുസരണമുള്ള കാക്കയായിരുന്നു. ഇത്
ദൈവിക നിയോഗത്തിനു വേണ്ടി പറന്ന പക്ഷിയായിരുന്നു. അതിന്റെ വായിൽ അപ്പത്തിന്റെ ഇറച്ചിയുടെ രുചി തട്ടിയിട്ട് ആ രുചിക്ക് വേണ്ടി ജീവിതം വഴിതിരിച്ചു വിടാതെ ദൈവഹിതത്തിനു വേണ്ടി പറന്ന് ദൈവമേൽപ്പിച്ചതായ അപ്പവും ഇറച്ചിയും എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു. ശ്രദ്ധിക്കുക, ദൈവം ഏൽപ്പിച്ച സന്ദേശങ്ങൾ മുഖം നോക്കാതെ പറയുക, എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക. ദൈവം തന്ന നിയോഗങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുക്കുക. ഏറ്റെടുത്താൽ ഈ തിരുവെഴുത്തിനകത്ത് ഈ കാക്കയുടെ പേര് വന്നതുപോലെ തന്നെ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരും ഉണ്ടാകും. Yes, Pastor. This raven was also very faithful to the Lord. That's another thing which we find in this story. The food was given to it, but it faithfully delivered the food to the prophet. Its taste buds would have been provoked by the food which was inside its mouth. There would have been temptations to go somewhere and hide there and eat the food, but still it delivered the appointment it had by the Lord. If you take the appointment from the Lord so faithfully, the Lord will make your name famous, as this raven became very famous even in the songs. The Lord will make you famous if you carry the appointment faithfully to the Lord. ഇത് ഏലിയാവിനായി ദൈവം ഒരുക്കിയ നന്മയാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞ പ്രധാന 4 കാര്യങ്ങൾ: 1, ദൈവത്തോടുള്ള തന്റെ ബന്ധം; 2, ദൈവത്തെ സംശയിക്കാത്ത ഹൃദയം; 3, ഞാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്നുള്ള ദൈവത്തോടുള്ള തന്റെ ഉറപ്പ്, വിശ്വാസം; 4, സ്വന്തം കൊതിയല്ല, സ്വന്തം ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നടക്കണമെന്നുള്ള എന്റെ പ്രാർത്ഥന. അതിൽ വെളിപ്പെടുന്ന സെപ്പറേഷന്റെ കെരീത്തുകളിൽ വെളിപ്പെടുന്ന വലിയ ശുശ്രൂഷയ്ക്കായുള്ള പ്രിപ്പറേഷൻസ്. ആ പ്രിപ്പറേഷൻ നടത്തുകൊണ്ടിരിക്കുമ്പോഴും നീ ദൈവത്തിന്റെ ആ പ്രൊട്ടക്ഷനിൽ, കവറിങ്ങിൽ, ആഹാബുമാർ, ഇസബേലുമാർ നിന്നെ അന്വേഷിക്കുമ്പോൾ നിന്നെ ഫൈൻഡ് ചെയ്യാൻ കഴിയാതെ, കണ്ടെത്താൻ കഴിയാതെ നീ ആയിരിക്കുന്ന സംരക്ഷണത്തിന്റെ കവറിങ്. ഇന്നെല്ലാം ഈ സന്ദേശം ഏറ്റെടുക്കുന്നവർ ഒരു ആമീൻ പറഞ്ഞാട്ടെ. കർത്താവേ, ഈ കേട്ട വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ എൻ്റെ ദൈവത്തിന് എന്നെ വിശ്വസിക്കാൻ കഴിയട്ടെ. ഒരു വിശ്വസ്ത പൈതലായിരിക്കട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എനിക്കായി കരുതുവാൻ ഈഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഈഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എന്റെ ഹൃദയത്തെ, എന്റെ ജീവിതത്തെ എന്റെ കർത്താവിനായി തരുന്നു. Lord, prepare me this year. Prepare me, Lord. എന്നെ ഒരുക്കണമേ കർത്താവേ, എന്നെ അങ്ങയ്ക്കായി ഒരുക്കണമേ കർത്താവേ. അടുത്തൊരു അഭിഷേകത്തിലേക്ക്, ശുശ്രൂഷയിലേക്ക്, രാജ്യങ്ങളുടെ, ദേശത്തിന്റെ ശബ്ദമായി നിൽക്കുവാൻ എന്നെ ഒരുക്കണമേ. അവിടുത്തെ വരവിനായി ഒരുക്കണമേ. അപ്പോൾ തന്നെ അങ്ങ് എനിക്കായി ഒരുക്കിയിരിക്കുന്ന നന്മകളെ ജീവിതത്തിൽ സ്വീകരിച്ച് സ്തോത്രം ചെയ്യുവാൻ എന്നെ ഏൽപ്പിക്കുന്നു. എത്ര പേര് ഏറ്റെടുക്കാനുണ്ട്? ഞങ്ങൾ ഒന്നിച്ച് ഇമ്മാനുവേൽ, ഷിജീൻ, ക്യാൻ യു പ്ലീസ് കം ഫോർവേഡ്? ഈ പാട്ടിന്റെ വരികൾ പാടി നമ്മൾ ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ആ കൈകളെ തട്ടി, അതരങ്ങളെ തുറന്ന്, വായ്കൾ തുറന്ന് ജീവനുള്ള കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അതരങ്ങൾ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരുപാട് നന്മകൾ, വളരെ അനുഗ്രഹങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളിൽ സഭയുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ പകരട്ടെ. ഈ മെസ്സേജ് ഞാൻ അടുത്ത ആഴ്ചകളിൽ കണ്ടിന്യൂ ചെയ്യുവാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇടത്തില്ലേയൊന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇടത്തില്ലേയൊന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ,
ഭക്ഷണമായി കാകനന്റെ അരികിൽ വരും. ഭക്ഷണമില്ലാതെ വാടിക്കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനന്റെ അരികിൽ വരും. അപ്പവും ഇറച്ചീവ കരത്തിൽ തരും, ജീവ ഉറവയിത്തോടെനിക്കു ദാഹം തീറ്റിയിടും. അപ്പവും ഇറച്ചീവ കരത്തിൽ തരും, ജീവ ഉറവയിത്തോടെനിക്കു ദാഹം തീറ്റിയിടും. എനിക്കായി കരുതാമൻ തുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതാമൻ തുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്തുകാളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്തുകാളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വയലിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വയലിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കരുതാമൻ തുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതാമൻ തുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ശത്രുഭീതി കേട്ടുതെല്ലും നടുങ്ങിടിലും, ചൂരച്ചെടി തണലതിലുറങ്ങിടിലും. ശത്രുഭീതി കേട്ടുതെല്ലും നടുങ്ങിടിലും, ചൂരച്ചെടി തണലതിലുറങ്ങിടിലും. വന്നുണർത്തി തരും ദൂതർ കനലടകൾ തിന്നു, വൃദ്ധനാക്കി നടത്തിയിടും ദിനം ദിനമായി. വന്നുണർത്തി തരും ദൂതർ കനലടകൾ തിന്നു, വൃദ്ധനാക്കി നടത്തിയിടും ദിനം ദിനമായി. എനിക്കായി കരുതാമൻ തുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതാമൻ തുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ശത്രുഭീതി മുൻപിൽ വെളിപ്പെടുമ്പോൾ. നിന്റെ ചുമലിൽ. ഹല്ലേലൂയ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ശത്രുഭീതി ഉണ്ടായ സമയത്ത് നിങ്ങൾക്കറിയാമോ, ഞാനത് വീണ്ടും എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ കൊട്ടാരത്തിനകത്ത് വന്ന് ഈ ശക്തമേറിയ ആലോചന പറഞ്ഞ് ഇസബേലിയ ശക്തിയെ ആത്മാവിൽ നിലയ്ക്ക് നിർത്തിയ ഏലിയാവിനെ ഈ പൈശാചിക മണ്ഡലം തിരയുകയാണ്. അതിനുശേഷം ആ ദൈവം പറയുന്നത്, നീ പോയി കെരീത്തിൽ ഇരിക്കണമെന്ന്. ആഹാബും ഇസബേലും സൈന്യവും ഏലിയാവിനെ അന്വേഷിക്കുന്നുണ്ട് തീർത്തു കളയാൻ. പക്ഷെ ഏലിയാവിനെ കിട്ടുന്നില്ല. കാരണം ഏലിയാവ് ദ പ്ലേസ് ഓഫ് പ്രിപ്പറേഷനിലാണ്, ദ പ്ലേസ് ഓഫ് സെപ്പറേഷനിലാണ്. ദൈവത്തിന്റെ ആ പ്രിപ്പറേഷനകത്ത് ഈ 2021 ഇയർ ഓഫ് പ്രിപ്പറേഷനിൽ ഒരുക്കമുള്ള ജനത്തെ കർത്താവിനായിട്ട് ഒരുക്കുന്ന ഈ വർഷത്തിൽ ദൈവം നിന്നെ ഒരുക്കാനായിട്ട് ഏൽപ്പിക്കുന്ന സാഹചര്യത്തിലും സ്ഥലത്തിലും കവറിങ്ങിലും ഇരുന്നാൽ യു ആർ വെരി സേഫ്, യു ആർ വെരി സെക്യൂർ. ചിൽഡ്രൻ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ ജനമേ, ശത്രുഭീതി കേട്ടുതെല്ലും നടുങ്ങിടിലും, ചൂരച്ചെടിത്തണലതിൽ ഉറങ്ങിയിടിലും, വന്നുണർത്തി തരും ദൂതർ കനലടകൾ തിന്നു, തൃപ്തനാക്കി നടത്തിയിടും ദിനം ദിനമാ. വന്നുണർത്തി തരും ദൂതർ കനലടകൾ തിന്നു, തൃപ്തനാക്കി നടത്തിയിടും ദിനം ദിനമാ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ജിജി മോഹൻ പ്ലാറ്റ്ഫോമിലേക്ക് വരും, പ്രാർത്ഥിക്കാൻ പോവാണ്. We thank you, Lord. അത്യുന്നതന്റെ ചിറകിന്റെ മറവിലും സർവശക്തന്റെ നിഴലിലേക്കും കയറുകയാണ്.
ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ, ശത്രു കാണാതെ, അത്യുന്നതന്റെ ചിറകിന്റെ മറവിലും സർവശക്തന്റെ നിഴലിന്റെ കീഴിലേക്ക് ഓരോ കുടുംബങ്ങളും കയറുകയാണ്. അതേ കർത്താവേ, ഇതൊരു പ്രിപ്പറേഷന്റെ വർഷമാണ്. ഇപ്പോൾ ഞാൻ കാണുന്ന സാഹചര്യങ്ങളൊന്നും കണ്ട് ഞാൻ സന്തോഷിക്കുന്നില്ല. Any time will change every situations. But അപ്പോഴും ഞാൻ സംരക്ഷണത്തിന്റെ കരീത്തിലാണ്, ഞാൻ ഒരുക്കത്തിന്റെ കരീത്തിലാണ്. അടുത്തൊരു അഭിഷേകത്തിന്റെ തലത്തിലേക്ക് കർത്താവിനെ കയറ്റുന്ന, ഞെരുക്കങ്ങളെ മാറ്റുന്ന, സരാപത്തിന്റെ ഞെരുക്കങ്ങളെ മാറ്റുന്ന, ലിമിറ്റേഷൻസിനെ ബ്രേക്ക് ചെയ്യുന്ന. ഞാൻ അടുത്ത ആഴ്ച അത് പ്രസംഗിക്കാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. കർത്താവിന്റെ വരവ് വൈകുന്നെങ്കിൽ സാരാപത്തിന്റെ ലിമിറ്റേഷനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു അഭിഷേകം നീ ഈ പ്രിപ്പറേഷനിൽ സ്വീകരിക്കുകയാണ്. സാരാപത്തിന്റെ ലിമിറ്റേഷനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു അനോയിന്റിംഗ് നിനക്ക് ഈ കരീത്തിൽ ദൈവം കൈമാറുകയാണ്. ഓ ഹല്ലേലൂയ. ശത്രുഭീതി കേട്ടുതെല്ലും നടുങ്ങിടിലും, ചൂരച്ചെടി തണലതിലുറങ്ങിടിലും. ശത്രുഭീതി കേട്ടുതെല്ലും നടുങ്ങിടിലും, ചൂരച്ചെടി തണലതിലുറങ്ങിടിലും. വന്നുണർത്തി തരും ദൂതർ കനലടകൾ തിന്നു, പുത്തനാക്കി നടത്തിയിടും ദിനം ദിനമാ. വന്നുണർത്തി തരും ദൂതർ കനലടകൾ തിന്നു, പുത്തനാക്കി നടത്തിയിടും ദിനം ദിനമായി. എനിക്കായി കരുതാമൻ കുരച്ചവരെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇതൊന്നും ചുമത്തുന്ന എനിക്കായി കരുതുവാൻ ഇകച്ചിരില്ലേയൊന്നും ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ഭക്ഷണമില്ലാതെ വാടി കുഴക്കിടുമ്പോ ഭക്ഷണമായി കാവലിന്റെ അരികിൽ ഈ വർഷം ഒരുപാട് വരും. ഭക്ഷണമില്ലാതെ വാടി കുഴക്കിടുമ്പോ നിനക്കുള്ള സഹായം നിന്റെ വീട്ടിൽ വരും, സഭയിൽ വരും, യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിൽ വരും. നീ അറിയാത്തവർ വരും, നിനക്ക് പരിചയമില്ലാത്തവർ വരും. ദൈവം നിന്നെ സഹായിക്കും, ദൈവം നിന്നെ കരുതും, ദൈവം നിന്നെ മാനിക്കും. ഹല്ലേലൂയ. ദാഹം തീർത്തിടും, എനിക്കായി കരുതാമൻ തുലച്ചവരെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതാമൻ തുലച്ചവരെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിലേയൊന്നും ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലേയൊന്നും ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലേയൊന്നും ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലേയൊന്നും ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ.